Hi, hello, my dear friends. Hi, friends. സുഖല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും? സമ്പത്ത് കുമാർ, അമൃതം, ഹായ് ശരത്ത്, ഹായ് രാജേഷ്, ഹായ് രമേശ്, ഹായ്. ലവ് എവിടെ? പുറത്ത് നല്ല കാറ്റുണ്ട്. മുഹമ്മദ് ഏട്ടാ ഹായ്. கிருஷ்ணன்குட்டி ஹாய். பழனி ஹாய். ஆனந்த் என்ன பண்ணுறீங்க? லைவ் போட்டுறீங்க. பிரபு ஹாய். ஸோ பியூட்டிஃபுல் லவ், தேங்க்யூ. கண்ணன் ஹாய். ஆனந்த் சாப்பிட்டீங்களா? சாப்பிட்டீங்க. ജയകുമാർ ഹായ്, ലവ് യു. പളനി ഹായ്. എവിടെ ആയിരുന്നു? വീട്ടിലായിരുന്നു. കമൽ പിജിമട്ട ഹായ്. എന്നോട് ദേഷ്യമില്ല നിനക്ക്? എന്തിനേട്ടാ? എന്തിനേട്ടാ? ആൻറ്റോ ഏട്ടാ, ദേഷ്യമൊന്നുമില്ല. ഹായ് കമൽ പിജിമട്ട. ദീപക്, ലിച്ചു, ചൂട് കുറവുണ്ടോ? ഇല്ല ഏട്ടാ, അങ്ങനെ തന്നെയാണ്. കലൈസെൽവം ഹായ്. சக்தி ஹாய். என்ன அனிதா ஆஃப்டர் மெசேஜுக்கு ரிப்ளை பண்ணல, பார்க்கல. ജഗദീഷ് ചേച്ചി പറയേട്ടാ തമിഴ് ഒരു മഴ തുടങ്ങിയോ? കഴിച്ചോ? കഴിച്ചു. ഹായ് കേരള കുട്ടി, പറയൂ எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? ஊണ് കഴിച്ചോ? ഒലവക്കോട് തന്നെ. ശരത്ത്, രാജകുമാർ, സൂപ്പർ, ഓക്കെ. പിന്നെ പ്രവീൺ ഹായ്, ഗുഡ് നൈറ്റ്. ഷോകുമാർ ഹായ്. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? വീര ഹായ്. ഞാൻ ഗാന്ധിപുരത്ത് ഉണ്ടായിരുന്നു അല്ലേ ലിനുവേട്ടാ? വീര ആ ഡിന്നർ കഴിച്ചു. ഇത് കിച്ചടി. അവിടെ എന്താ ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെ ആണല്ലോ. എവിടെയാണ് ഇത്? നമ്മളെ സിറ്റിയിലല്ലേ? പള്ളിയിലൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട്. ആണോ? കൊള്ളാം. ടീഷർട്ടല്ല, അതൊരു ടോപ്പാണ്, ഒരു ബട്ടർഫ്ലൈ മോഡലിൽ ടോപ്പ്. ടീഷർട്ട് ഹായ്. കൊള്ളാം അല്ലേ? എന്തുണ്ട് വിശേഷം? സാജനേട്ടാ സുഖമായിരിക്കുന്നു ഏട്ടാ. ഭക്ഷണം കഴിച്ചേട്ടാ? രതീഷ്, അനു എന്താ കഴിച്ചത്? കിച്ചടി ഏട്ടാ. കമൽ പി ജിയും ഏട്ടാ ഭക്ഷണം കഴിച്ചോ? ഞാൻ കിച്ചടിയാണ് കഴിച്ചത്. കുട്ടികളുടെ എക്സാം എന്നാ തീരുക? തുടങ്ങിയിട്ടേ ഇല്ല ലിനു ഏട്ടാ. കുമാർ ഗുഡ് നൈറ്റ്. ചോറുണ്ടോ മോളെ? ചോറൊക്കെ ഉണ്ടോ ഏട്ടാ? ഞാൻ ഇന്ന് കിച്ചടിയാണ് കഴിച്ചത് കേട്ടോ. എല്ലാം കുമാർ അടിപൊളി. രാമചന്ദ്രൻ ഏട്ടാ സുഖല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? അയ്യോ ഈ പാട്ടെന്ന് വരുന്നു. അയ്യോ. കണ്ണൻ ഹായ്, ഗുഡ് നൈറ്റ്. പിന്നെ ആരുടെ ഈ മെസ്സേജ് കാണാൻ പറ്റുന്നില്ല? അതെന്താട്ടാ ബിനിഷ്ട അങ്ങനെ പറയണത്? കഴിച്ചു അനുമൊക്കെ ഏട്ടാ. ശരവണൻ എന്തു പറ്റി ബിനീഷേട്ടാ? എന്തോ എവിടെയോ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബിനീഷേട്ടനെ നന്നായി ഒന്ന് ചെക്ക് ചെയ്യുന്നിട്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും ഡൗൺലോഡ് ചെയ്യും, ശരിയാകും. കുറവാ. കിച്ചടി എന്താണ്? കിച്ചടി നമ്മൾ റവ ഉണ്ടല്ലോ, വെള്ളറവ. ഹായ് രാമചന്ദ്രനായിട്ട് ഹായ്. പ്രേം ഗുഡ് നൈറ്റ്. വെള്ളറവ ഇല്ലേ, അതിൽ ക്യാരറ്റ് ബീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിച്ചടിയാവും. ആഫ്റ്റർ മാച്ച് ഫിനിഷ് ചെയ്ത് ടെക്സ്റ്റ് പണ്ണ അനിത.
ഹായ് ബിനീഷ്. കിച്ചടി എന്താണ് പറഞ്ഞു? മെസ്സേജ് കാണാൻ പറ്റത്തില്ല. എന്താ പറയുന്നേ? ആർക്കും കാണാൻ പറ്റുന്നില്ല. സിന്ദൂര ഗ്ലാമർ കുറവ്. നമസ്കാരം ഏട്ടാ, ജയേട്ടാ, രാമസ്വാമി, ഗുഡ് നൈറ്റ് ഡാർലിംഗ്. ഞാൻ കഴിച്ചു നോക്കിയേട്ടാ, കഴിച്ചില്ല. എന്താ കഴിച്ചത്? കമ്മിപ്പിച്ചേട്ടാ. രാമസ്വാമി ഗുഡ് നൈറ്റ്. എനിക്ക് റിപ്ലൈ തരുന്നില്ല. പറയേട്ടാ. തന്നു. രാമസ്വാമി ഗുഡ് നൈറ്റ്. എന്താ ബിനീഷേട്ടാ ശരിയായോ? രാമസ്വാമി ഗുഡ് നൈറ്റ്. എനിക്ക് മെസ്സേജ് കാണുന്നില്ലടാ അനിക്കുട്ടി. അതെന്താ ഏട്ടാ കാണാത്തത്? അയ്യോ, എനിക്ക് കാണുന്നുണ്ട്. ഹായ് മുത്തുകുമാരൻ ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. രാമസ്വാമി ഗുഡ് നൈറ്റ്. മാരിലാവ്. ഈ ഡ്രസ്സ് നല്ല ഭംഗിയാണ് കാണാൻ. താങ്ക് യു ഏട്ടാ. എന്താണിത് മെസ്സേജ് കാണാത്ത പറയണത്? ചാർജ് ചെയ്യാൻ പറയുന്നു. എന്ത് ചാർജ്? ഫുഡ് കഴിച്ചോടാ? ഇവിടെ കഴിച്ചു കേട്ടാ. ജയേട്ടാ നമസ്കാരം. സഞ്ജീവേട്ടാ സുഖമല്ലേ? ചോറ് പുളിശ്ശേരി സൂപ്പർ. കമ്മൽപ്പി ചേട്ടാ അടിപൊളി. മാരിസ്വാമി ഗുഡ് നൈറ്റ്. നൈസ് കണ്ണൻ. ഹായ് മൈ ഡിയർ ഫ്രണ്ട്. ഗുഡ് ഫ്രണ്ട്. രാജേഷ് വെരി ക്യൂട്ട് മാം. നമസ്കാരം രാജ്. എവിടെ ഇരിക്കുന്നു രാജ്? നമസ്കാരം. 95 രൂപ ചാർജ് ചെയ്യാൻ പറയുന്നു. എന്താണെന്നറിയില്ല. എനിക്കറിയില്ല കേട്ടോ, സത്യം എനിക്കറിയില്ല. കർബുസാമി ഹാർഡ് ഡിന്നർ സട്ടിങ് കിച്ചടി. തമിഴ്നാട് സ്റ്റൈൽ കിച്ചടി. FB സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. ചാർജ് ചെയ്യാൻ പറയുന്നു. എനിക്കറിയില്ല. കരയുകയാണ്. കഴിച്ചോ? പിന്നെ സ്പെഷ്യൽ എന്താണ്? ചിക്കൻ. അശോകൻ ചേട്ടാ സുഖം തന്നെ. എൻ്റെ മെസ്സേജും കണ്ടല്ലോ. സാജനേട്ടാ അവിടെ ഉണ്ട്, ഞാൻ കണ്ടു. മണികണ്ഠൻ ബിരിയാണി ആണോ കഴിച്ചത്? അല്ല, കിച്ചടി ഏട്ടാ. രാജു ഏട്ടാ കിച്ചടി. ഡെയിലി വീഡിയോ വാച്ച് പണ്ട അനിത സുകുമാർ. നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ശശികുമാർ ഗുഡ്. കൃഷ്ണൻ ഹായ് ചേച്ചി. ഹായ്. വെരി ഗുഡ് നൈറ്റ്. ബ്യൂട്ടിഫുൾ ടോപ്പ് അഗൈൻ ലുക്കിംഗ്. ഗുഡ് നൈറ്റ്. ബാലകൃഷ്ണ. ഐ ആം ഗോയിങ്. രമേശ് ഹായ് ഗുഡ് നൈറ്റ്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് കമാൻഡ്. ഓക്കെ. ഹായ് ചേച്ചി. ഒന്നും കാണാതെ പോയി. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ചെല്ലാം സ്റ്റാർട്ടിങ്. സത്യ ഒരു ബട്ടർഫ്ലൈ. ഉച്ചയ്ക്ക് ഉടുക്കുന്ന ഡ്രസ്സെല്ലാം സൂപ്പറാണല്ലോ. താങ്ക് യു ഏട്ടാ. സാരി അല്ലേ? അതെ. ബ്ലൂ വൈറ്റ് കളർ സൂപ്പർ നൈസ്. FB ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി ആരെനിക്ക് തരാനായിരിക്കും. നോ. സുകുമാർ ഗുഡ് നൈറ്റ്. അനിത ഗുഡ് നൈറ്റ്. വാട്ട് യു ഹാഡ് ഡിന്നർ? വെജ് കിച്ചടി. ഉപ്പുമാവ് എന്നൊക്കെ പറയാം, പക്ഷെ ഇവിടെ കിച്ചടി എന്നാ പറയാം കേട്ടോ. ലൈവ് കഴിഞ്ഞു നോക്കാം. അരുൺകുമാർ ഗുഡ് നൈറ്റ്. പാലക്കാട് എവിടെയാണ്? ദീപക് കേട്ട. പാലക്കാട് കൊട്ടേക്കാടാണ് കേട്ടോ. പേര് ലവ് പണ്ടാണ്. എന്നെയാ തെരിയില്ലേങ്ങ. കുഞ്ഞുങ്ങൾ എന്തിയേ? രാജേട്ടാ ഉണ്ട്, ഒരാൾ എഴുതുന്നു. ലാസ്റ്റ് ടൈം ഐ വിൽ കം. ബാലകൃഷ്ണൻ. രമേഷ് കുമാർ. ശരി. പിന്നെ ഹായ് 3 വന്നിട്ട് നമുക്ക് ഫുള്ള്
ഫുള്ളാണ്. സൂപ്പർ അല്ലേ? ഫുള്ള് റൗണ്ട്. എന്താ ഇതിന് പറയാ? പൂർണ്ണചന്ദ്രൻ ബാങ്ക് ടെക്സ്റ്റ്. ഞാൻ പോകുന്നു, നമ്മളെ ഒന്നും മെൻഡ് ചെയ്യുന്നു. ഷാനു മോഹൻ ഏട്ടാ എവിടെയും പോകരുത്, മെയിൻഡ് ചെയ്തു. രാജു CK. ഗുഡ് നൈറ്റ് മോളെ, ഗുഡ് നൈറ്റ്. ജെറിനേട്ടാ ഹായ്. ഇത് സൂപ്പർ. പൂർണ്ണചന്ദ്രൻ. ലൈറ്റാ പൂർണ്ണചന്ദ്രൻ. മൂൺ. ഞാൻ 3.5 വർഷം കോയമ്പത്തൂർ ഉണ്ടായിരുന്നു. ഓക്കെ. ഹരിദാസ് ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. എവിടെ വെള്ളം പോകും ഭഗവാനെ? ശരി, ഞാനും പോകുന്നു. എവിടേക്ക് പോകുന്നു സാജനേട്ടാ? ഇരിക്കേ. 420 രൂപ മാസം അടയ്ക്കണമെന്ന് എപ്പി പറയുന്നു. സത്യം എനിക്കറിയില്ല കേട്ടോ. രാജ് ഗുഡ് നൈറ്റ്. അനുവിനെ ഇതുവരെ ഫുൾ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ തന്നെ കേട്ടാ. ജയ് ഹായ് കൃഷ്ണ ഗുഡ് നൈറ്റ്. പാലക്കാട് എവിടെയാ എൻ്റെ അനിയത്തി? ഷാനു ഏട്ടാ, ഞാൻ പാലക്കാട് കൊട്ടേക്കാടാണ് ഏട്ടാ. ഏട്ടൻ്റെ വീട് എവിടെയാണ് ഏട്ടാ? ബാലകൃഷ്ണൻ 2 മൂൺ. ഡാനിക്കുട്ടി എന്താ പറയുന്ന ഏട്ടാ? പറയും. ഡാനിക്കുട്ടി ഇജ്ജ് വീടിനും അകത്തു കയറിയിടാ, അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഇല്ല. നമ്മൾ പേടിച്ച് മാറണമെന്ന് പറയാൻ പാടില്ല. നമ്മൾ മലയാളികളായിട്ട് നമ്മളിരിക്കുമ്പോൾ പേടി പാടില്ല ഇല്ലേ ഏട്ടാ? ജയേട്ടാ അതല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പേടിച്ച് മാറി നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഞാൻ പുറത്ത് ലൈവ് ചെയ്യുന്നത്. ജയേട്ടാ പറഞ്ഞു കേട്ടോ. ലുക്കിങ് അത് വന്നാലും നമ്മുടെ മൂത്ത മോനുണ്ട്, അവന് 12 വയസ്സായി ഏട്ടാ. ലുക്കിംഗ് ലൈക്ക് സ്കൂൾ ഗേളാ. സുഖമാണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? കുട്ടികൾ എവിടെ? കുട്ടികൾ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. ബാക്കി 2 പേര് ഉറങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ജെറിനേട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? സുഖമാണോ? ജയേട്ടൻ ഭക്ഷണം കഴിച്ചേട്ടാ? കേട്ടോ, സുഖമാണ്. ഭക്ഷണം കഴിച്ചോ? കുറേ മിസ്സായി. നിന്നെ പോലെ തന്നെയാണ് പൂർണ്ണചന്ദ്രൻ കാണാൻ നല്ല ഭംഗി. നൗഷലേട്ടാ. സുരാസനം സുജിത്തേട്ടാ ഹായ് ഏട്ടാ. സജീഷ് ഹായ്. ജയ സുബി ഓക്കെ. കുറച്ച് കഴിഞ്ഞ് ഉള്ളിൽ പോകാം. അതേ ഉള്ളിൽ പോകേണ്ടി വരും, കാരണം ബാറ്ററി ഇല്ലോ. അഭിലാഷ് ഹായ്. എന്തുണ്ട് വിശേഷം? ബാക്ക് കമാൻഡ് വന്നാൽ പോലും അറിയില്ല. ഒന്നും വിചാരിക്കരുത്. അറിയില്ല അല്ലേ? അതന്നെ എന്ത് പറ്റിയെന്തോല്ലേ? അതെന്താ അങ്ങനെ ആയിപ്പോയത്? ഇത് ചതിയായിപ്പോയല്ലേ ഭഗവാനെ. ക്ലാസ് സന്തോഷ് ഗുഡ് നൈറ്റ്. ഒരുപാട് മെസ്സേജ് പോയിക്കൊണ്ടിരിക്കണല്ലോ. ഞാനും ഭക്ഷണം കഴിച്ചു. ഓക്കെ. എന്താണ് സ്പെഷ്യൽ? ഹലോ ഹായ്. നമസ്കാരം ബാലകൃഷ്ണൻ. പാലക്കാട് എവിടെയാണ് എൻ്റെ അനിയത്തി? പാലക്കാട് കൊട്ടേക്കാട്. ഞാൻ പറഞ്ഞു മലമ്പുഴ കൊട്ടേക്കാട്. ജെമിനി കുമാർ യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ നൈസ്. അനു സുഖമല്ലേ? സുഖമായിരിക്കുന്നു. കമൽ PJ മേട്ട. ബാലകൃഷ്ണൻ അത് കലക്കി. നോ സോങ്. ഹായ് അനു സുഖമാണോ? ഹായ് ജയേട്ടാ. ജയേട്ടാ എന്താ കഴിച്ചേട്ടാ? പറയേട്ടാ. എന്താ ഏട്ടാ പറയുന്നത്? അനു സുഖമല്ലേ? സുഖമായിരിക്കുന്നു ഏട്ടാ. കമലേട്ടാ സുഖം. സുഖത്തിന് ഒരു കുറവുമില്ല. പള്ളിയിലെ ബാങ്ക് വിളിക്കുകയാണോന്ന് അറിയില്ല. എന്തൊക്കെ പ്രോഗ്രാം ഉണ്ടല്ലോ, നോമ്പിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടെന്നും അതാണ് സൗണ്ട്. ഷാജി പാപ്പാൻ എറണാകുളം ഹായ്. ഞാൻ വന്നേ. ഓ ഏട്ടാ ഇരിക്കേ ഏട്ടാ.
ഹായ് ജെറിൻ, നമസ്കാരം. ജയേട്ടൻ. പ്രകാശ്, ഗുഡ് നൈറ്റ്. ജെമിനി കുമാർ, ക്യാൻ ഐ ഗെറ്റ് യുവർ വാട്സപ്പ് നമ്പർ? സുധാ കുമാർ, ഹായ്. ഹസിന് എന്താ പരിപാടി എന്നല്ല, വർക്കുണ്ട്. ഐ ക്യാൻ ആസ്കിങ് ക്വസ്റ്റ്യൻ. എവിടെ പോകുന്നു? അനു ഇന്നലെ ഒരുപാട് മെസ്സേജ് അയച്ചിരുന്നു. അതല്ലേ? അതെ, ബാങ്കിൽ വിളിക്കുന്നതാണ്. ബാങ്ക് വിളിക്കുന്നതാണ്. സോറി. അനു, ചൂട് എങ്ങനെയുണ്ട്? ഇവിടെ ഭയങ്കര ചൂടാണ്. ഇവിടെ പിന്നുവേട്ടാ വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ വായിച്ചു. ബാലകൃഷ്ണൻ ഏട്ടാ, മീറ്റ് യു ടുമാറോ. ഓക്കെ. കമൽ കണ്ണൻ, നമ്പർ തരുമോ? സജിത്ത് ഏട്ടാ. വിനീഷ് ഏട്ടാ, നമസ്കാരം. ഡാനിക്കുട്ടി പറയേട്ടാ. ഡാനിക്കുട്ടി, ഞാൻ എപ്പോഴോ പറഞ്ഞ് തമീസ് കഴിക്കാൻ പോവാ. അത് പറഞ്ഞാൽ എന്താ സംഭവം ഏട്ടാ? നമുക്ക് എന്തായിട്ടാ അങ്ങനെ ഒന്നും അറിയില്ല കേട്ടോളെ. നമുക്ക് ഇവിടെ ഇരിക്കുന്ന പുട്ട്, കടല, അപ്പം അങ്ങനെയൊക്കെ തന്നെ അറിയുള്ളൂ ഏട്ടാ. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇതൊക്കെ തന്നെ അറിയുകയുള്ളൂ. പള്ളിയിൽ താറാവി നിസ്കാരം. ഓ, ശരി. വണക്കം കമൽ കണ്ണൻ, വണക്കം. സുധാ കുമാർ, യു നൈസ്. പൈസ അടച്ചില്ലെങ്കിൽ ക്ലോസ് ആകുമെന്ന് പറയുന്നു. അതാ. അയ്യോ അയ്യ. ആനന്ദ്, ഗുഡ് മോർണിംഗ്. എന്താ ട്രോളിങ്? ഇന്നൊക്കെ എന്താണ് സ്പെഷ്യല്? കിച്ചടി. ആരാ സാമ്പാർ നമസ്കാരം പറഞ്ഞത്? ആരെയാ ഒന്നും കാണാൻ വയ്യ. അനുതയെ കാണാം. ഓ, ശരി. അനു, എൻ്റെ വൈഫ് കുവൈറ്റിലാണ്. ഒരു ഹായ് പറയൂ. പേര് കവിത ചേച്ചി. ഹായ്. ചേച്ചിയാണോ അനിയത്തിക്കുട്ടിയാണോ എന്നൊന്നും അറിയില്ല, എന്നാലും ഹായ്, ഒരു നമസ്കാരമുണ്ട്. ഗുഡ് നൈറ്റ് ഫ്രണ്ട്. ഓക്കെ. ക്യാൻ യു പറയും ഇൻവൈറ്റ് എന്താ പറയുന്നു അറിയില്ല കേട്ടോ. അനു, ഇവിടെ ചൂട് കൊണ്ട് ഉരുകുകയാണ്. ഇവിടെയും തന്നെ കേട്ടോ. വണക്കം. കനിയപ്പൻ, ഗണേഷ്, ഗുഡ് നൈറ്റ്. തിരുമണിക്കാണ് കേട്ടോ. വണക്കം ഗണേഷ്. സാപ്പിട്ടീങ്ക സിസ്റ്റർ, സാപ്പിട്ടീങ്ക ഗണേഷ്. ഗഫൂരേട്ട ഹഹാ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്താ അത് നായിൻ്റെ ബഹളം ഇപ്പം തന്നെ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഗുഡ് നൈറ്റ് മൈ ഡിയർ. സ്പെഷ്യൽ എന്തായിരുന്നു? സ്പെഷ്യലൊന്നുമില്ല, കിച്ചടി തന്നെയാണ്. സ്പെഷ്യലൊന്നുമില്ല. ഹായ്. வணக்கம் சொல்லுங்க. உங்கள் ஒய்ஃபுக்கு பேர் என்னங்க சொல்லுங்க. வணக்கம் பாலகிருஷ்ணன். வணக்கம். ഹായ് അൻകുട്ടി. ഹായ് ശോഭിനേട്ടാ. ഷാജി പാപ്പാൻ, എറണാകുളം. നാളെ എന്ത് പാട്ടാണ് റീൽസ്? അതെല്ലേ, ഇപ്പൊ തന്നെ നാളെ ഞാൻ എന്ത് പാട്ട് പാടണം പറയും, ആലോചിക്കട്ടെ. ഗുഡ് നൈറ്റ് മൈ ഡിയർ. KS കുമാർ, ഗണേഷ് മൂർത്തി. സാപ്പിട്ടീங்களா സിസ്റ്റർ? സാപ്പിട്ടീங்க. എന്നെ വൈഫൊക്കെ ഹായ് അനിക്കുട്ടി. ശോഭനേട്ട പഠിച്ചു. പിന്നെന്താണ്? സോബിയേട്ട ജോസ്, ഷാജി ഏട്ടാ. ഓക്കെ. മക്കൾ എവിടെ? ഉറങ്ങുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സോനു ചേച്ചി, നമ്മളെ മെയിൻ്റെ ആക്കിയേട്ടാ. മെയിൻ്റെ ആക്കി. ലവ് യു ബേബി. ഗഫൂർ ഏട്ടാ എന്താ പറയണത്?
ഇവിടെ പോയി ഗഫൂർ ഇട്ടെൻ്റെ മെസ്സേജ്. ഞാനിവിടെ ഉണ്ട്, കമാൻഡ് ഇടാൻ പറ്റുന്നില്ല. അവിടെ കമാൻഡ് ഒന്നും വരുന്നില്ല. കമാൻഡ് ഒന്നും വരുന്നില്ലേ? ഇവിടെയാണ് ഞാൻ പറയാറ്. ഇത് അവിടെ സംഭവിച്ചു. ബിനീഷ് കുമാരേട്ട പറയട്ടെ. ബിനീഷ് ഏട്ടാ ഹായ് ഫ്രണ്ട്. എല്ലാവർക്കും ആരുടെ മെസ്സേജും കാണാൻ പറ്റുന്നില്ല, സോറി. അതെന്നെ പണി. ആൾസോ വെരി നൈസ് യുവർ ഡ്രസ്സ്. താങ്ക് യു ചെന്നി കുമാരേട്ടാ. അയ്യപ്പ മുരുക என்ன நடக்குது? ഹായ് 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 കുമാർ. കോയമ്പത്തൂരാണ് ഞാൻ ഇരിക്കുന്നത്. ലവ് യു ചേച്ചി. വിഷ് യു വെരി ഹാപ്പി ബർത്ത്ഡേ. ലോട്ട് ഓഫ് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ചെന്നികുമാർ. ഷാജി ഏട്ടാ പപ്പൻ എറണാകുളം. എല്ലാ പാട്ടും നന്നാവുന്നുണ്ട്. താങ്ക് യു ഏട്ടാ. താങ്ക് യു. എപ്പോഴും കാണുന്നുണ്ട്. ഓക്കെ ഏട്ടാ. രാകേഷ് എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ട് ഏട്ടാ, എപ്പോഴും പോയിട്ടില്ല. ഗുഡ് നൈറ്റ് ബ്യൂട്ടിഫുൾ ടുഡേ. താങ്ക് യു. ആപ്കാ ഹോളി ദ ബെസ്റ്റ് ധർമ്മരാജ്. ഗുഡ് നൈറ്റ്. അനു മക്കളെ എവിടെ? മൂത്ത മോനുണ്ട്. നോഷലേട്ടാ യു ആർ ബ്യൂട്ടിഫുൾ. ഓക്കെ. ഇനി എനിക്ക് മനസ്സിലായില്ല. എന്താ കേട്ടോ പറയുന്നേ? തനിക്ക് കമാൻഡ് കാണാൻ അനുവാദം ഇല്ല. ബിനിയേട്ടാ കുമാർ തമിഴ് தெரியாதானோ? தெரியுமே, பேச தெரியும், படிக்க தெரியாது. குட் நைட்டு மேலே காண முடியாதா? ബാലകൃഷ്ണൻ സോറി. കൃഷ്ണൻ കുട്ടൻ ഹായ്. ഗുഡ് നൈറ്റ് ഹായ് ഏട്ടാ. അപ്പോൾ എൻ്റെ ചാർജ് ബാറ്ററി ലോ. നമുക്ക് ഉള്ളിലേക്ക് പോകാം. மணி ஹாய் மணி, எப்படி இருக்கு மணி? சாப்பிட்டீங்களா? என்ன பண்ணுறீங்க? வீட்டில் எல்லோரும் எப்படி இருக்கிறாங்க? நான் கேட்டேன்னு சொல்லுங்கள் சரிங்களா? എന്താ ഒന്നേ പൂരത്തിന് വരില്ലേ? ചെറിയുമ്പോ എന്താ ഉണ്ണിയെ പൂരത്തിന് വരണില്ലേ? പ്രജിഷേട്ടാ നമ്മുടെ അവിടുത്തെ പൂരമൊക്കെ കഴിഞ്ഞല്ലോ. വേലയൊക്കെ ഇടയ്ക്ക് പിറകോട്ട് നോക്കണ്ട, മുൻപോട്ട് തന്നെ നോക്കുക. ஓகே ஏட்டா. ஹாய்ப்பா. சாப்பிட்டீங்களா ஸ்வீட் ஹார்ட்? சாப்பிட்டீங்க. நீங்கள் எப்படி இருக்கீங்க? நல்லா இருக்கிறீங்களா? ஊரில் எப்படி இருக்கீங்க? ஹாட்டாக இருக்குதுங்களா? குழுன்னு இருக்கும் அங்கே தெரியும். തേനി മാരിയപ്പൻ ഗുഡ് നൈറ്റ് അക്ക. അനുവാദമില്ലാതെ അകത്തു വന്നു, അടച്ചിട്ട കിളിവാതിൽ നീ തുറന്നു. ചെറിയ ഹായ് മണി പറയുന്നു. കേശവൻ ജയേട്ടാ എന്തത്? അടിപൊളിയായിട്ടുണ്ട് വായിക്കാൻ. എൻ്റെ മെസ്സേജ് മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് അല്ലേ? ശരി. അതാ സാജനേട്ടാ എന്തിനെന്നെ ഇങ്ങനെ ടെൻഷൻ ആക്കുന്ന റോബിൻ ഏട്ടാ? സാജനേട്ടാ സോറി, ഞാൻ പോവാ, എനിക്ക് റിപ്ലൈ ഇല്ല. അതാ കണ്ടില്ലേ സാജനേട്ടൻ്റെ താഴെ റോബിൻ ഏട്ടൻ ഞാൻ കണ്ടേ ഇല്ല. ചെന്നികുമാർ വെരി നൈസ് ഹെയർ സ്റ്റൈല്. സോറി ഏട്ടാ ചേട്ടൻ നോക്ക്, ഇവിടെ എനിക്ക് അത്ര കമൻ്റ് ഒന്നും വരുന്നില്ല. വരുന്നത് ഞാൻ വായിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ. നാസർ ഹായ് മറ്റേ ഈറ്റി ഗുഡ് നൈറ്റ്. ഫാമിലി മെമ്പേഴ്സ് ആൾ ഫേസ് പാ ഫൈൻ പാ. ഓക്കെ സൂപ്പർ. ഹായ് ബ്യൂട്ടിഫുൾ ഗുഡ് നൈറ്റ്. രമണി കുമാർ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഡിഷ്? പറയാട്ടോ. മീൽസ്. അനു അത് പാട്ടാണല്ലേ? യു ഡോൺ ആൻസർ. കാണുന്നില്ല രാജ്, സത്യമായിട്ട് പറയണം, കാണുന്നില്ല രാജ്. സാജനേട്ടാ ചിരിക്കുന്നു. അത് പാട്ടാണല്ലേ? ഇയർ റിങ്സ് മാച്ചിങ്. യെസ് മാച്ചിങ്, ബ്ലൂ കളർ മാച്ചിങ്. ബാലകൃഷ്ണൻ ബ്യൂട്ടിഫുൾ മാ. താങ്ക് യു. എന്തിനാണ് പേടിക്കുന്നത്? 7 അടി ഉയരവും അതിനകത്ത് തടിയും വണ്ണവും ഉള്ള ഒരാൾ അവിടെ ഉണ്ടല്ലോ. ശരിയാണ്. ആനന്ദ് ഗുഡ് നൈറ്റ്. ആനന്ദ് 7 അടിയില്ല 6 ഇട്ടോളെ. ബാലകൃഷ്ണൻ വാവ്. മുരുകേശൻ ഗുഡ് നൈറ്റ്. അതെ അത് ശരിയാണ്. ഇല്ല ചാർജില്ല, അതാണ് മണി കണ്ട്. വയ്യ. ജെമിനി കുമാർ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻ യുവർ ലൈഫാ? സാജനേട്ടാ ആ മെസ്സേജ് ഒന്നും ഈ ലൈവിൽ ആവശ്യമില്ല. ഏത് മെസ്സേജാണ്? മീ ലവ് പൊട്ടോട്ടോ
പൊട്ടാറ്റോ പരാത്ത എന്തത് പറയുന്നത്? എനിക്ക് കുറച്ചു നാള് റോബിനായിട്ട് എന്താ പറയുന്നത്? എന്തിനാണ് ടെൻഷൻ പറയുന്നത്? അത് കൂടുതൽ പേടി, അതാണ് കൂടുതൽ പേടി. ഗുഡ് നൈറ്റ്. അനു ഇത്ര പാവമാകരുത്. എന്ത് പറ്റിയേട്ടാ കമലേട്ടാ? കുതിരവട്ടത്ത് തന്നെയാണ് നല്ലത്. അതെ ഏട്ടാ ഷിനോ ചേട്ടാ, അതെ കുതിരവട്ടത്തെ തന്നെയാ നല്ലത്. ഡാനിക്കുട്ടി ഒരു ദിവസം എങ്കിലും മലയാളം നന്നായി വായിച്ച് കേട്ടിട്ട് മതി ചേട്ടാ. എന്നാ പിന്നെ ഞാൻ നേരെ വായിക്കില്ല, അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കുമല്ലോ. ആരൊക്കെ ഉണ്ട്? ഷിബോട്ടാ എവിടെയാണ്? യു ആൾസോ എവിടെയാണ് ഏട്ടാ? ഇത്ര നേരമായിട്ട് വന്നില്ല. യു ആൾസോ താങ്ക് യു. ഹസ്ബൻഡ് വെരി ലക്കി. ബാലകൃഷ്ണൻ ഓക്കെ. സുബ്രഹ്മണ്യൻ ഹായ്. ഞാനാണ് ലക്കി അവരിനെ കിട്ടാൻ. ഹസ്ബൻഡിന് കിട്ടാൻ ഞാനാണ് കൊടുത്തു വെക്ക് വേണ്ടിയത്. ഞാൻ പുറകിൽ ആരാടാ? ആരുമില്ല ഏട്ടാ. ബാലമുരുകൻ ഒരു ചിരി കണ്ടാൽ, പാട്ടാണല്ലേ? ബാലമുരുകൻ എന്തോ പറയുന്നു. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി, ഒരു വിളി കേട്ടാൽ മൊഴി കേട്ടാൽ അത് മതി, അടിയാറ് പന്തലിനുള്ളിൽ അരിമാവിൻ കോലമിടാൻ. പാടി രാജ് പാടിട്ടോ. ഒന്നാന കുഞ്ഞിമേ കൂടുകൂട്ടും തത്തമ്മേ. ഏട്ടാ ശബ്ദം ശരിയില്ലല്ലോ. ഇന്ന് ശബ്ദത്തിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഓക്കെ ശരിയായില്ല അല്ലേ? സായിതേട്ടാ ശരിക്കും വട്ടാണ്. സിനോജ് ചേട്ടാ വട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു വട്ടാണ് എനിക്ക്. വട്ടായിപ്പോയേ അപ്പങ്ങളെമ്മാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനക്കായി, മരുമാനെ കുഞ്ഞമ്മായിന്നോ എന്തുണ്ട്? കോലമിടുന്നത് ആരാ ബിനി? ഒരു ചിരി കണ്ടാൽ. ശരി ജെറിൻ, അപ്പോൾ ഞാൻ പോകുന്നു, ഇനി ഇതിൽ വരില്ല. ഓക്കെ ബായ്. സാജനേട്ടാ എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോശമുണ്ട് കേട്ടോളെ. ഇങ്ങനെയൊക്കെ പറയരുത് കേട്ടോ. അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നതായിരിക്കും സാജനേട്ടൻ. അതുകൊണ്ടല്ലേ പോണൂന്ന് ബായ് എന്നൊക്കെ പറയുന്നത്. അതെനിക്ക് മനസ്സിലായി. മണിവേല് എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണം കിട്ടിയാൽ ടാറ്റ ബായ് ഗുഡ് ബൈ എന്ന് അടിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. മണിവേല് ഗുഡ്. അനിത ഇയാൾ നല്ല പരിചയം തോന്നുന്നു. പാലക്കാട് എവിടെയാണ്? സജീവേട്ട ഞാൻ പാലക്കാട് കുട്ടേക്കാട്. നിന്നെ ആരെങ്കിലും വിളിച്ചോ വട്ട് കാണാനൊന്നും? ഹനീഫേട്ടാ ഹായ്. സതീജ് കഴിച്ചു കഴിച്ചു. ഏട്ടന്മാരൊക്കെ എല്ലാരും കഴിച്ചാ? ചേച്ചിയൊക്കെ കഴിച്ചു. കിച്ചടിയാണ് കഴിച്ചത്. തമിഴ്നാട് സ്റ്റൈല് വെളിയിൽ നിന്നാണ് ഫുഡെന്ന്. വെളിയിൽ നിന്ന് പറഞ്ഞ ഫുഡിന് അത്രയ്ക്ക് വിലയൊന്നും ഇല്ല കേട്ടോളെ. ഇവിടെ എന്താണ് ശാന്തി എന്താണ് പറയുന്നത്? മണി ആ പേരെന്താണ്? ശാന്തിയാ? ശാന്തി എന്ന് പറഞ്ഞിട്ട് കുനിയമുത്തൂരില് ഉണ്ട്. അത് വന്നിട്ട് ഒരു എങ്ങനെയാണ്, അത് സേവനം ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരു കിച്ചടിക്ക് ഒരു പാക്കറ്റ് അതിന് 20 രൂപയുള്ളൂ. അപ്പം 5 വാങ്ങിച്ചാൽ എത്ര രൂപയായി? 100 രൂപയുള്ളൂ. മതി. 100 രൂപ ഉണ്ടെങ്കിൽ ഞങ്ങൾ 5 പേർക്കും ഭക്ഷണം മതി. രാവിലെ 6 മണിക്ക് തുറക്കും. പിന്നെ ഒരു 11 മണി വരെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാവും തോന്നുന്നു. 10 മണി വരെ. പിന്നെ ഉച്ചക്കേക്ക് വൈകുന്നേരത്ത് 6 മണിയാകുമ്പോഴേക്കും 6-7 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. ഏട്ടത് പോകാൻ അനുമതിയില്ലേ? അനുമതി ഇല്ലേ? എന്താ പറയണം? കല്ലേപ്പുള്ളി കൊട്ടേക്കാടാണ്. അതെ ഏട്ടാ, കല്ലേപ്പുള്ളി കൊട്ടേക്കാട്. പച്ചടി കഴിച്ചോ? പച്ചടിയല്ല കിച്ചടി. ആരാ അവിടെ? കനീഫേട്ടാ എൻ്റെ മൂത്ത മോനാണ് ഏട്ടാ. കണ്ടിട്ടില്ല? ഡമാണിയോ നിന്നെ ഒന്ന് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. ബാലകൃഷ്ണൻ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്.
ഹായ്, യു ഹാവ് ദ ഡിന്നർ. മോളെ സുഖമാണോ? ഉദയേട്ടാ സുഖമാണ് ഏട്ടാ. എവിടെയാണ് ഏട്ടാ? உங்களுக்கு തമിഴ് தெரியாதா? സൂപ്പർ. കവിൻ ഞാൻ മലയാളിയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പേസുമ്പോൾ കൊഞ്ചു വരും. ഇന്ന് സിബ്രയാണല്ലോ. സിബ്ര ആ ഇല്ല ഏട്ടാ. അതെ, കിടന്നുറങ്ങിയപ്പോൾ ക്ഷീണമൊക്കെ തീർത്ത് അവിടെ ഉറങ്ങിയത് എന്ന് വിചാരിച്ചു. രാത്രി അത്രയ്ക്കോ നേരത്തെ ഒരുമിച്ച് കിടന്നു ഉറങ്ങട്ടെ. ഇപ്പോൾ അനിതയെ കാണുമ്പോൾ 16-18 അങ്ങനെ കാണാൻ സാബ് കേട്ടാ. വല്ലാണ്ട് അങ്ങ് തീർന്നായി പോയി. കാണാൻ പറ്റും. ഡാലിക്കുട്ടി 4 ഫുഡ് മേടിച്ചാൽ മതി. 5 വാങ്ങണം കേട്ടാ. 5 പേരുണ്ടല്ലോ കേട്ടാ. ചെറിയ കുട്ടി പാലേ കുടിക്കുള്ളൂ. എന്നാലും കൂടെ അവന് കുറച്ച് കൊടുത്താലും ഞാനും 1 കഴിച്ചോളൂ കേട്ടോ. 1 മതി. കറക്റ്റ് ഫുഡ്. നല്ല ടേസ്റ്റാണ് കേട്ടാ. എപ്പോഴും വരുന്നത് കോയമ്പത്തൂരിലേക്ക്. ഞാൻ അവിടേക്കാണ് ആദ്യം കൂട്ടിയിട്ട് പോകുക. ചായ കോഫി പിന്നെ എല്ലാം 10 രൂപയുള്ളൂ കേട്ടോ. നല്ല രസം. വന്ന് നേരിൽ കാണണം. നല്ല ടേസ്റ്റാണ് ചായയൊക്കെ. വേറെ ലെവലാണ്. പിന്നെ ബ്രെഡ്, വീറ്റ് ബ്രെഡ് അടിപൊളി. പിന്നെ കരിമ്പ് ജ്യൂസ് 10 രൂപയുള്ളൂ. എല്ലാം വില കുറവാണ്. നല്ല ടേസ്റ്റിയാണ്. മോനൊന്ന് കാണാൻ അനീഫേട്ട സോറി മണി പോയി ഉറങ്ങിയെന്നാ തോന്നുന്നു കേട്ടോ. മോനെ ഒന്ന് കാണാൻ. അതെ ഓക്കെ സിസ്റ്റർ, ലൈവ് നടക്കട്ടെ. ഓക്കെ, എവിടെ പോയി മണി? കൃഷ്ണൻ ഓക്കെ ജമ്മി. ഹായ് മണിക്കൂട്ടോ, എവിടെ പോയിന്ന് അറിയില്ല. മോനെ ഒന്ന് കാണണം. രാത്രി എഴുന്നേറ്റ് കിടന്ന് ഉറങ്ങാൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്രയ്ക്ക് ദൂരെയുള്ള സ്നേഹത്തിൽ. ഷോപ്പിനിട്ട് എന്താ ഗുഡ് നൈറ്റ് അനിത കുട്ടി. എൻജോയ് യുവർ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയണം. സിംഗിങ് ആൻഡ് അനിത ബ്യൂട്ടിഫുൾ കണ്ടീഷൻ. അകത്തു കയറും. അതെല്ലേ, ഇതില്ല, ചാർജില്ല. അത് തിരുപ്പൂരാണ് അല്ലേ? ഓക്കെ ഏട്ടാ. ഭക്ഷണം കഴിച്ചേട്ടാ ഉദയേട്ടാ. സുന്ദരിക്കുട്ടി താങ്ക് യു ഏട്ടാ. ഉദയേട്ടാ கொஞ்ச நேரம் கொஞ்சி പേസക്കൂടാതാ. ഇലക്ഷൻ വരെ കാണും ആ കട. ഇലക്ഷൻ വരെ ഈ കട വന്നിട്ട് 4 വർഷമായി. ഇവിടെ എന്താണ് 20 രൂപയാണ്. എന്താ 20 രൂപ? ടുഡേ ഡിഫറെൻ്റ് കോസ്റ്റ്യൂം. സൂപ്പർ. അപ്പം ശരി, എൻ്റെ ഫോണിൽ ചാർജില്ല. ഞാൻ ഉള്ളിൽ പോയിട്ട് നടക്കാം നമുക്ക്. അപ്പോൾ നേരത്തെ ചാർജ് വേറല്ല, 30 സംതിങ് ആയി. നമുക്ക് വീട് നിന്ന് നമുക്ക് നേരത്തെ പൂട്ടി അകത്ത് ഇരിക്കാം. അത് ഇരിക്കട്ടോ. ഗുഡ് നൈറ്റ്. ഞാൻ പൂട്ടി. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ലൈറ്റ് ഓഫാക്കിയതാണ്. എനിക്ക് മാത്രമാണോ കമാൻഡ് കാണുന്നത്? അതെ, വേറെ ആർക്കും കാണുന്നില്ല എന്നാ പറയുന്നത്. എന്തു പറ്റി? ബിനീഷേട്ടൻ പറയണം അപ്പോൾ ഫുഡ് വാങ്ങണ്ടെന്ന് പറയണത് ശരിയാ. എല്ലാവരും വാങ്ങുന്നത് ടണ്ണ് കണക്കല്ല, ഒരു 5-6 വാങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കേ. നല്ല ചൂട്, അടിപൊളി ചൂട്. താങ്ക് യു കേട്ടോ. എനിക്ക് മാത്രമേ കമാൻഡ് കാണാത്തത്. കാണാത്തതെന്നോ? കറുവാട് കുളമ്പ്. ഉദയേട്ടാ ഓക്കെ സൂപ്പർ. കുറച്ച് നല്ല ചൂടുള്ള ചോറിൽ കുറച്ച് കറി ഒഴിച്ചിട്ട്
കഴിച്ച വേറെ ലെവല്. സന്തോഷ് അടിപൊളി ഡ്രസ്സാണല്ലോ, താങ്ക് യു ഏട്ടാ. എനിക്ക് കമൻറ്റ് കാണുന്നില്ല, ആർക്കും കാണുന്നില്ല ഏട്ടാ, ആർക്കും കമൻറ്റ് കാണുന്നില്ല. എന്താ എനിക്കറിയില്ല ഏട്ടാ, പക്ഷെ എനിക്ക് കാണുന്നുണ്ട്. ഞാൻ പൈസ ഒന്നും അടച്ചിട്ടില്ലേ, ഫ്രീയാ. അതിനും ഞാൻ പോട്ടെ, ഉറക്കം വരുന്നു. ശരി, പോയിട്ട് വരും ഏട്ടാ. ഷിബോട്ട എന്താ കഴിച്ചോ? ഭക്ഷണം കഴിച്ചാ ഷിബോട്ട? ജേട്ട കഴിച്ച ഒന്നും പറയുന്നില്ല. ഭയങ്കര ചൂടുട്ടാ. ഓ ശരി, എന്തായാലും നടക്കട്ടെ. ചൂടെങ്കിലും ചൂട്. മണിക്കുട്ടി അവിടെ ഉറങ്ങാൻ പോയി. മണിക്കുട്ടി ഉറങ്ങാൻ പോയി. 24 ഉണ്ട് കേട്ടോ ചാർജ്. രാമദാസ് PKD. ആരാണത് രാമദാസ്? എന്താപ്പത്, വീട്ടിൻ്റെ ഉള്ളിൽ വന്നത് ചൂടാണ് കേട്ടോ. ശരി പോട്ടെ, സാരല്ല. പറയും മണിക്കുട്ടി ഉണ്ട് കേട്ടോ, ഉറങ്ങി. പിന്നെ ചൂടെടുക്കുന്നു. ചൂട് 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 ചൂട്. കോഴിയാണ് വെക്കാന്ന് പറഞ്ഞാൽ കേട്ടിട്ടല്ല, അതാണ് സംഭവം. അവിടെ ഫാൻ ഓടുന്നുണ്ട്. ഫാൻ ഓടുന്നുണ്ടെന്നൊരു പേര് മാത്രമേ ഉള്ളൂ. ഇതാ ആരും ഒന്നും മിണ്ടാത്ത, എന്ത് മിണ്ടേ ചേച്ചൻ്റെ അടുത്ത്. അയ്യോ, ലൈവ് ഫ്രം കിച്ചൺ. യെസ്, ഹോട്ട്, വെരി വെരി ഹോട്ട്. ചേട്ടാ ഹാർട്ട് അയക്കുക, എന്താന്നൊന്നും പറയാനില്ലേ ചേട്ടാ? ചേട്ടാ എന്തെങ്കിലുമൊക്കെ മിണ്ടി. ഇവിടെ പോയി ഇതെടുത്താൽ ഒരു പേപ്പർ എടുത്ത് വീശാന്നാ തോന്നുന്നത്. മണി വേറെ പോയി കാണുന്നു. മണിൻ്റെ അടുത്ത് പറയാമായിരുന്നു. ഓട്ടെ, സാരില്ല. അകത്ത് ആവിയാണല്ലോ. അയ്യോ, ഒന്നും പറയണ്ട, ഉറക്കേ ഇല്ല. അപ്പ എണീക്കും. ചൂടെടുത്തിട്ട് വയ്യടാ കുട്ടി, പറയാ കേട്ടാ. ചൂടെടുക്കണം കേട്ടാ, ടെൻഷനാവും. ഒരു പൊട്ട് ചൂട്. അതില്ല, കാറ്റില്ല. മുഖം കഴുകണ, കുളിക്കാന്നൊക്കെ തോന്നും. എന്താ ശബ്ദം? അതുകൊണ്ടാണ് അവിടെ അത്ര നല്ല കുറച്ച് വെളിച്ചവും കുറച്ച് കാറ്റൊക്കെ അങ്ങനെ കിട്ടും, തുറന്ന ഇതായതുകൊണ്ടേ. ഞാൻ കുറച്ച് ജോലിയിലാണ്, അതാണ് എപ്പോഴും കമാൻഡ് ചെയ്യാത്തത്. ഓക്കെ ഏട്ടാ. ആ ഫാനിൻ്റെ കാറ്റില്ലേ? കാറ്റില്ലാന്ന്. അത് 1.5 അടി മുകളിലാണ് തോന്നുന്നു. കാറ്റൊന്നും താഴെയൊന്നും കിടന്നാലൊന്നും കാറ്റ് കിട്ടില്ല. മണിക്കുട്ടി കുറുമ്പുള്ള അമ്മിണി, മണിക്കുട്ടി കുറുമ്പുള്ളൊരമ്മിണി പൂവാലി, നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി അല്ലേ? സുബ്രഹ്മണ്യൻ ഗുഡ് നൈറ്റ്. ഇജ് കൈ കൊണ്ട് വീശിയാൽ കാറ്റ് കിട്ടുന്നു. ചെറുതായിട്ട് കിട്ടുന്നുണ്ട്, ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ല. ബാഗ്, എൻ്റെ കുട്ടികളുടെ ബാഗ് ഞാൻ എടുത്തിട്ട് വരാം. ബാഗിൽ അമ്മോ, എന്തായാലും മിനി നല്ല തണുപ്പുണ്ട്. അവിടെ നല്ല ചൂടാണ്. എന്തായാലും ഇരിക്കട്ടെ, അതന്നെ പണി. നമ്മുടെ മണിക്കുട്ടി കുറുമ്പനൊന്നുമല്ല. കുറേ മെസ്സേജ് പോയി. അതാ പോയാ, ഏതാണ് മെസ്സേജ് പോയത്? ആരുടെ മെസ്സേജ് പോയത്? ബിനീഷ് ഏട്ടാ, ഞാൻ കാണുന്നില്ല ഏട്ടാ. ആരൊക്കെയോ വന്നു എന്നും അറിയുന്നില്ല. അടിപൊളി, നന്നായി പാടി, നന്നായി പാടി. അനിത കുട്ടിയുടെ ഗുരു ആരാ? ഉമ്മയാണോ? അയ്യേ ഇല്ല ഏട്ടാ, എനിക്ക് ഗുരുവില്ല, ആരുമില്ല. ഞാൻ സിംഗിളല്ലേ ഏട്ടാ. ഇവിടെ കൈത്താൻ ഫാൻ. എവിടെ? അവിടെയോ? ഇവിടെ തന്നെ കേട്ടോ. അതാ നല്ല രസമുണ്ട് കാറ്റ്. ആഹാ, ഇത് മതി. മെസ്സേജ് വരുന്നതുകൊണ്ട് ഇങ്ങനെ വായിക്കുകയും ചെയ്യാം, ഇതിങ്ങനെ വീശുകയും ചെയ്യാം.
മുറമുണ്ടെങ്കിൽ അത് എടുത്ത് വീശിയാൽ മതി, നല്ല കാറ്റ് കിട്ടും. അതെ അതെ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാമതി കയ്യിൽ. നല്ല കാറ്റ്. പറയും. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. കുട്ടി മിണ്ടുന്നില്ല, ചേച്ചൻ്റെ അടുത്ത് മിണ്ടുന്നില്ല ആരും. ഒരു രക്ഷയില്ല, നല്ല കാറ്റ് വരുന്നുണ്ട്, വേറെ ലെവൽ. അന്നെന്താ രാധേട്ടനെ കാണാനില്ല? രാധേട്ടാ എവിടെ പോയി? കുറേ പേര് വന്നിട്ടില്ല എന്ന്. സുരേഷ് ഏട്ടൻ, ഓർമ്മയുള്ളവരൊക്കെ പറയാം. സുരേഷ് ഏട്ടൻ വന്നിട്ടില്ല, രവി ഏട്ടൻ വന്നിട്ടില്ല, പിന്നെ ആരാണ് JP ഏട്ടൻ വന്നിട്ടില്ല. വീശി മോന്തയ്ക്ക് അടി കിട്ടല്ലേ? ഇല്ലേ, അത് വന്നിട്ട് അത്രയ്ക്ക് ഹാർഡൊന്നും അല്ല, ഒരു പേപ്പർ പോലെയാണ്. ഹാൻഡ് അതെ ഫാന് ഹാൻഡ് ഫാനാണ്. രാജ്, ഹാഡ് യുവർ ഡിന്നർ എന്നത്. ഇന്ന് നമ്മുടെ രാധേട്ടനെ കാണാനില്ല. അതിന് അല്ല, ഏട്ടൻ മോനൊക്കെ വന്നിരിക്കുകയല്ലേ, തിരക്കായിരിക്കും, സന്തോഷത്തിലായിരിക്കും. പാവം, ഒന്ന് സന്തോഷിക്കട്ടെ. സുമതി, ഞാൻ വന്നിട്ടുണ്ട് പറയട്ടാ. സുമിത്തേട്ടാ, സോറി സുമിത്തേട്ടാ, താങ്ക് യു. സോറി ഏട്ടാ, വരി ഏട്ടാ, ഇരിക്കേട്ടാ. ലോകനാഥൻ, ഗുഡ് നൈറ്റ് ഫ്രണ്ട്. ഞാൻ സുമിത വായിച്ചു, സോറി. തങ്കകുമാർ, ഗുഡ് നൈറ്റ്. മുകുന്ദൻ, കാറ്റടിക്കാത്ത കാശുമേല കാറ്റടിക്കാതെ കാറ്റടിക്കത് കാശുമേല കാറ്റടിക്ക. അതാണോ? അറിയില്ല കേട്ടോ പാട്ട്. ശിബുവേട്ട, ദേവരാജ്, ഗുഡ് നൈറ്റ്. രാധേട്ടന് പറമ്പിൽ പണിയുള്ളത് കൊണ്ട് നേരത്തെ ഉറങ്ങി. അങ്ങനെ നേരത്തെ ഉറങ്ങാറില്ലല്ലോ. അല്ലേ, മോന് വന്നിട്ടുണ്ടല്ലോ ഏട്ടാ, തിരക്കായിരിക്കും, സന്തോഷമായിട്ട് ഇരിക്കട്ടെ. മോനെ വന്നിരിക്കല്ലേ, എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുന്നോ അല്ലേ? പെർഫ്യൂമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുമോ? രാജു, ഗുഡ് നൈറ്റ്. സജി, ഗുഡ് നൈറ്റ്. ഹായ് ജെറിൻ. അനൂപ് കുമാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവാണല്ലോ. അപ്പോൾ എല്ലാവരും ഗുഡ് നൈറ്റ് പറയാണോ? കുഴപ്പമില്ല, നമുക്കൊന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാം, അല്ലയോ? ജയം മുരുകൻ, ഗുഡ് നൈറ്റ് ഫ്രണ്ട്, ഗുഡ് നൈറ്റ്. സജി, ഗുഡ് നൈറ്റ്. മണിമാരൻ എങ്കെ മണി എങ്കെ പോയിച്ചു. മണി എന്ന് വിളിച്ചാൽ അവൻ വേറെ എണിച്ച് വരും. എന്താ അമ്മ എന്നെ ഉറങ്ങാൻ വിടുന്നില്ല, ഞാൻ സ്കൂളിൽ പോയില്ല, നീ എന്നെ ഉറങ്ങാൻ വിട്ടില്ല, ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് പറയും. കുറേ മെസ്സേജ് പോയി. ഈ കാണുന്നില്ലല്ലോ. ഹായ് സുൽത്താൻ. ബാലകൃഷ്ണൻ, മോർണിംഗ്. മുകുന്ദ കൃഷ്ണ മുകുന്ദ വരന്ദ വൃന്ദാവനന്ദാവൻ. എന്നാൽ പെട്ടിക്കുന്നതും നോക്കിയിരിക്കുന്നുണ്ടാവും. എന്നാൽ എന്താ പറയുന്നത്? എന്നാൽ എനിക്ക് മനസ്സിലായില്ല ഗഫൂറേട്ടാ. ജെറിൻ തോമസ്,
എന്നിട്ട് എന്താണ് ഒന്നും മിണ്ടാത്ത ഫ്രണ്ട്സേ? ഇന്ന് ഞാനേ നടന്ന് കടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ബൈക്കില് ഒരു 2 പേര് യാദർച്ഛ്യമായിട്ട് അവര് ബൈക്ക് ഇങ്ങനെ റിവേഴ്സ് എടുത്തിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നോക്കിയിട്ട് പിന്നെയും താഴത്ത് നോക്കി പിന്നെയും നോക്കിയിട്ട് എന്താ പാലക്കാടല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ അതേന്ന് പറഞ്ഞു. കുറച്ച് ലോങ് ആയിട്ടാണ് കേട്ടോ അവർ കണ്ടത്. ഞാൻ ഇവിടെ ആണെങ്കിൽ കുറച്ച് അപ്പുറത്ത് എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ ശരി, ടാറ്റ എന്ന് പറഞ്ഞു. ഓക്കെ, പോയി. ഇന്ന് നടന്ന സംഭവം. എൻ്റെ ഈശ്വര കസേര ഇല്ലാതെ ഇരിക്കാൻ പറയുന്നത്. എൻ്റെ ഈശ്വര കസേര ഇല്ലാതെ ഇരിക്കാൻ പറയുന്നു. കസേര ഇല്ലാതെ എങ്ങനെ ഇരിക്കും ഞാൻ? മൂക്കും കുത്തി വീഴില്ലേ? അല്ല, മൂക്ക് കുത്തിയിട്ടല്ല, സോറി, അത് ഞാൻ പറയുന്നില്ല. പാട്ട് വന്നില്ലേ എന്നാണോ? വന്നില്ല, പാട്ട് വന്നില്ലല്ലോ. മുകന്ത പാടി. ഗുഡ് നൈറ്റ്. സോങ് ஹிந்தி சாங்கா என்ன பாடுறது? ஆடியோ டின்னர் சாப்பிட்டீங்க பாஸ்கர்? நீங்க சாப்பிட்டீங்களா? நான் சாப்பிட்டேன். எங்கேருந்து பாஸ்கர் லைவ் பார்த்துட்டு இருக்கிறீங்கன்னு சொல்லுங்க. സതീഷ് കുമാർ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ, അപ്പം അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവർ ചിരിച്ചിട്ട് നല്ല രീതിയിൽ ടാറ്റയൊക്കെ പറഞ്ഞു. ഞാനും ഇപ്പോൾ ടാറ്റ കൊടുക്കും. ആരാണെന്നേ അറിയില്ല, പക്ഷെ എന്നെ അറിയുന്നു പറഞ്ഞു. പോയി ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. കിച്ചടിയും വാങ്ങിയിട്ട് വന്നു. അപ്പം ഇന്നും ഞാൻ വൈകുന്നേരത്ത് ഫുഡ് ഉണ്ടാക്കിയില്ല, പുറത്തുനിന്നായിരുന്നു. മകന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കുന്നത് ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതേല്ലേ? അയ്യേ, അതേട്ട അങ്ങനെ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏട്ടനല്ലേ. അവര് അതിൻ്റെ ഇതൊക്കെ മാറി കുറച്ച് മനസമാധാനം കിട്ടിയാൽ മതി എന്നായിരിക്കും പാവത്തിനുള്ളത്. ഓരോ കാര്യങ്ങളല്ലേ ഏട്ടന്, അതാണ് പാവമാണ് രാധേട്ടൻ. അപ്പൊ ഈ ലൈവിലില്ലാത്തത് കൊണ്ട് ഭയങ്കര വിഷമിക്കുന്നു ഞാൻ. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നെ വേണ്ടാലേ, എന്നെ ആർക്കും വേണ്ട, എൻ്റെ മെസ്സേജ് കാണുന്നില്ല, എന്നെ രാധേട്ടാന്ന് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താണ് പിന്നെ ഞാൻ പറയുന്നത് വെറുതെ വായിച്ചു പോകുന്നു, എനിക്ക് തിരിച്ച് റിപ്ലൈ തരുന്നില്ല, എനിക്ക് ലൈക്ക് തരുന്നില്ല, എന്തൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഫീൽ ചെയ്യുന്നു. സത്യം നല്ലൊരു ഏട്ടനാണ് കേട്ടോ. സ്നേഹമുള്ളൂ, അതാണ്, സ്നേഹമാണ്. ബ്യൂട്ടിഫുൾ ഹെയർ സ്റ്റൈല് ലൈക്ക് ദിസ്. ഓക്കെ. തമിഴ് പാട്ട് ഈ പാട്ട് തെറ്റിപ്പോയോ? എനിക്ക് ശ്രുതിയും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. അയ്യോ, പാട്ട് നേരെ എഴുതി വിടേട്ടാ. തമിഴ് പാട്ട് ഇഴയും പഴയൊരു തമ്പൊരു തേങ്ങിന്നാണോ? ആണോ ഏട്ടാ? അപ്പം എനിക്ക് കിട്ടുന്നില്ല ഏട്ടാ, മറന്നുപോയി പാട്ട്. ഞാൻ തിരൂരിൽ വന്ന സമയത്ത് രാധേട്ടനെ കാണാൻ പറ്റുമോ നോക്കി, പക്ഷേ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അതേല്ലേ? പാവമാണ് എന്തായാലും ഏട്ടൻ, പാവമാണ്. വെറുതെ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പം എന്തെങ്കിലുമൊക്കെ ലൈവിൽ എന്തെങ്കിലുമൊക്കെ പറയാന്നല്ലാതെ. പിന്നെന്താണ്? യു ആർ സോ നൈറ്റാ, അബ്സല്യൂട്ട്ലി റൈറ്റ്. ശരിയാണ്. ഐ ആം ഇൻ കർണാടക. ഓക്കെ. നല്ല ചൂടാ. ഇതിങ്ങനെ വീശിക്കൊണ്ടേയിരിക്കലായിരുന്നു പണി. ഇത് ഇവിടെ ഇരുന്നാൽ അങ്ങനെ വീശിക്കൊണ്ടിരിക്കണം. കയ്യൊക്കെ കടയുന്നുണ്ടല്ലോ ഫ്രണ്ട്സേ. ഒരു ടേബിൾ ഫാൻ വാങ്ങിക്കണം. അതെ, ഈ പ്രാവശ്യത്തെ ശമ്പളം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു 5000 രൂപ വേണം. എല്ലാ സാധനവും മേടിക്കണം. സ്റ്റിക്ക് വാങ്ങണം. പിന്നെന്താണ് മേടിക്കണം പറഞ്ഞത്? ഒരു ടേബിൾ ലൈറ്റ് വാങ്ങണം. ഫാന് ശരിയാക്കണം. പിന്നെന്താ,
പിന്നെങ്ങനെ എന്താ പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. സലാം ബിനീഷ് കുറേ മെസ്സേജ് പോയി ഈ എൻ്റെ ഇടയ്ക്ക് പോയില്ലേ. എനിക്കെന്തോ ഉറക്കം വരുന്ന പോലെ ഉണ്ടല്ലോ ഭഗവാനെ, ചെറുതായിട്ട് ഉറക്കം വരുന്ന പോലെ ഉണ്ട് ഫ്രണ്ട്സേ. അവിടെ എങ്ങനെയാണ്, ഉറക്കം വരുന്നുണ്ടോ? എൻ്റെ സാരിൻ്റെ ബ്ലൗസ് കിട്ടിയില്ല ഫ്രണ്ട്സ്, പോയി കാറ്റിൽ പറന്നു പോയി. എൻ്റെ 350 രൂപ നഷ്ടമായിരിക്കുന്നു ഇന്നത്തെ എൻ്റെ ലോസ്. അഡ്മിയർ യുവർ സിംപിൾസിറ്റി റൈറ്റാ എന്തോന്ന് പറയുന്നുണ്ട് രാജ്. ഞാൻ പോകുന്നു. ഷിബുവേട്ട എവിടേക്ക് പോകുന്നു? എന്താ പോണു പറയുന്നത് ഏട്ടാ? ശരിയല്ല കേട്ടോളെ, അകത്തിരിക്കുന്ന ആള് കേൾക്കണ്ട ശമ്പളം വരുന്ന കാര്യം. അത് കൊള്ളാം. ആദ്യത്തെ മെസ്സേജ് അവർക്കാണ് പോണത്, നോട്ടിഫിക്കേഷൻ പോണത് അവർക്കാണ്. കല്യാണ പല്ലക്കിൽ വേലി പയ്യൻ എന്നെ ഒത്തിരി മെസ്സേജ് വായിക്കാതെ വിടുന്നുണ്ട്. ഇവിടെ ഉറക്കം വന്നിട്ട് കാര്യമൊന്നുമില്ല, റൂമിൽ പോകാൻ 2 മണിയാകും. അതല്ലേ, എന്തൊരു കഷ്ടമാണ്. വേണം പറഞ്ഞ് കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ. വിശ്വനാഥൻ ഗുഡ് നൈറ്റ്. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോയി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ. ഒത്തിരി മെസ്സേജ് വായിക്കാതെ പോകുന്നുണ്ട് അല്ലേ, വരുന്നുണ്ട്. ഇല്ല ഏട്ടാ, ഞാൻ വേണം വെച്ച് വിടില്ല ഏട്ടാ, ഇവിടെ എത്തണില്ല ഏട്ടാ. ഞാൻ മോളിൽ നിന്ന് താഴ്ന്ന് മോളിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. അത് ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുവാണോ എന്നൊരു സംശയം. ആർസി എന്താ പറയുന്നത്? യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. വിശ്വനാഥൻ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. എവിടെ പോയി രാധേട്ടാ? രാധേട്ടാന്ന് വരുന്നു. ജയേട്ടാ പോയോ? എന്തോ ഒരു ഫുഡ് കഴിച്ചു, വായിക്കൊള്ളാത്തൊരു പേരായിരുന്നു ആ ഫുഡിന്റെ പേര്. അറിയുന്നില്ല, പറയും. ഒത്തിരി 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 സ്വപ്നങ്ങൾ ഒളിച്ചു കളിക്കണം. എന്തൊക്കെ ഒരു പാട്ടുണ്ട്. ഏലുമലൈ പെരിയസ്വാമി ഗുഡ് നൈറ്റ്. ഇന്ന് ഞാൻ അയച്ച ഒരു മെസ്സേജും മിസ്സായി. എന്നാണോ? ഭയങ്കര ചൂട്, വല്ലാത്ത ചൂട്. അതെ, പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ മഴവിൽ കുളിർ. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ മഴവിൽ കുളിർ. തെറിയാതെ അറിയില്ല ഏട്ടാ, പാട്ടറിയില്ല. ഷിബുവേട്ട പാട്ട് എന്താണ് നിർത്തിയത്? എന്താ ഏട്ടാ, പിണങ്ങി പോയോ? പിണങ്ങരുത് കേട്ടോളൂ ഷിബുവേട്ടോ. മതിയായി വീശി, മതിയായി, ടയേർഡായി. നില്ലടി നില്ലടി കുയിലേ, നീ ചൊല്ലടി ചൊല്ലടി മയിലേ, എനിക്കിഷ്ടമായോ. രാജേഷ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ് ടോം. രാജേഷ് ഏട്ടാ പോട്ടെന്നാ, ഞാനും വരട്ടെ ആടുമേക്കാൻ കാടിനുള്ളി. ഉറങ്ങട്ടെ ഞാനും. എനിക്കും വല്ലാതെ ഉറക്കം വരുന്നു, നല്ല ചൂടാണല്ലോ. AC ഇല്ലേ? AC ഒക്കെ ഉണ്ട് രമേശ് ഏട്ടാ. AC യിലൊന്നും കിടക്കില്ല ഏട്ടാ. ഞാൻ
ഞാൻ എപ്പോഴും ഞാൻ പറയട്ടെ രമേശേട്ടാ, ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആളാണ്. ആർട്ടിഫിഷ്യലായിട്ടൊന്നും ഞാൻ ചെയ്യില്ല. AC ഒക്കെ നമുക്ക് തണുപ്പ് എന്നും വേണം പറഞ്ഞാലൊന്നും കിട്ടില്ല. അപ്പം നമ്മളെന്നും നമുക്ക് ഈ കിട്ടുന്നത് ചൂടാണ്. അപ്പം ചൂട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് അങ്ങോട്ട് പോവുക. ഞാനൊരു ഒന്നും കാണുന്നില്ല. എന്താ പറയണത്? എന്തോ ഗുഡ് നൈറ്റ് അനിൽ കുമാർ. ഇന്ന് എൻ്റെ എല്ലാ മെസ്സേജുകളും വായിച്ചു എന്നാണ് പറഞ്ഞത്. ആണല്ലേ? ആഹാ. അബ്ദുൾ ഗുഡ് നൈറ്റ് അക്ക, ഗുഡ് നൈറ്റ്. സുരേഷ് മണി ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. അപ്പം ഞാൻ AC-യിലൊന്നും കിടന്ന് ഉറങ്ങില്ല. ചൂടാണെങ്കിൽ ചൂട്, മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ. ചൂടും മഴയും വെയിലൊക്കെ ഒന്നല്ലല്ലേ ദൈവമേ. സുരേഷ് മണി. അതുകൊണ്ടല്ലേ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാതെ വരുന്നത്. ഐലൈനർ എഴുതിയിട്ടില്ല, പൗഡർ ഇട്ടിട്ടില്ല, പൊട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതൊക്കെ പൊട്ടൊക്കെ വെക്കണം. ഇന്ന് ഞാൻ ഒരു സംഭവം ചെയ്തു കേട്ടോ, മൈലാഞ്ചി. വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി തന്നതാണ്. എങ്ങനെയുണ്ട്? നല്ല നല്ല വാസന കേട്ടോ. മൈലാഞ്ചിൻ്റെ വാസന പോകുന്നേ ഇല്ല. ഈ പണ്ട് കാലത്ത് നമ്മളിങ്ങനെ സംക്രാന്തിക്ക് മൈലാഞ്ചി ഇങ്ങനെ ഇട്ടിട്ടേ രാവിലെ എണീച്ചിട്ട് കൊട്ടെണ്ണ തേച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വാസന ആയിരിക്കില്ലേ. അതൊരു ഫീൽ ചെയ്യുന്നു. എന്നും കുറേ പാട്ട് എഴുതണം എന്ന് കരുതും. ബട്ട് അനിതയെ കാണുമ്പോൾ പാട്ട് മറന്നു പോകും. അതാ കണ്ണു കാണാത്തവൻ അന്ധൻ. ഓക്കെ. എനിക്ക് എന്തായാലും വീട്ടിൽ AC വെക്കണം. വീട്ടിൽ നല്ല ചൂടാണ് അല്ലേ. ആൾസോ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇംഗ്ലീഷ്. ശിവ ഗുഡ് നൈറ്റ്. രാജേഷ് ഗുഡ് നൈറ്റ്. ഉദയകുമാർ വരി തന്നെ. സുമേഷ്. അപ്പം ഞാൻ അതാണ് നാച്ചുറലായിട്ടാണ് പോണത്. അതുകൊണ്ട് AC കിടക്കാത്തത്. ഇല്ലെങ്കിൽ ഇപ്പം എന്താ. സുമേഷ് രാജേഷ് ഏട്ടാ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ചൂടെടുക്കുന്നു. പിന്നെ ചൂടെടുക്കുന്നത് ഒരു കാര്യം നല്ലതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ചളികളൊക്കെ അഴുക്കളൊക്കെ വേർത്തിട്ട് അതൊക്കെ പോകും. അങ്ങനെയൊക്കെ യൂട്യൂബിൽ പറയുന്നത് കേട്ടു. സ്വയമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, യൂട്യൂബിൽ പറയുന്നത് പോലെ തോന്നി. ആരോ പറയുന്ന പോലെ തോന്നി. ഞാനിതിന് മുന്നേ യൂട്യൂബിലായിരുന്നു കുറേ വീഡിയോസൊക്കെ നോക്കും. എല്ലാ വിഷയത്തിൻ്റെയും കേട്ടോ. ഡിപ്രഷൻ്റെ, ഹെൽത്തിൻ്റെ, ജ്യൂസിൻ്റെ, ഫുഡിൻ്റെ എല്ലാതും അരിച്ച് പെറുക്കിയതാണ് യൂട്യൂബിൽ. ഇപ്പം ഞാനതിൽ കയറുന്നതേ ഇല്ല. 3-4 വർഷം ഞാൻ അതിൽ തന്നെയായിരുന്നു യൂട്യൂബിൽ. എനിക്ക് ചാനലുണ്ട്, അത് ഞാൻ വെറുതെ ഒന്ന് ഒതുക്കി വെച്ചിരിക്കുന്നു. ബാക്കി എല്ലാവരുടെ വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് കാണും. എന്തൊക്കെയാ പറയണം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. കാലൻ വരുന്നു, നായ്ക്കൾ കുരയ്ക്കുന്നു. ശരി, ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. എന്താണ് RC? ഗുഡ് തൂക്കം, സ്ലീപ്പിംഗ്. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ AC-യിലാണ് കിടക്കുന്നത്. ആണോ? സൂപ്പർ ഏട്ടാ, വേറെ ലെവല്. ഞാനൊന്നും കിടക്കില്ല കേട്ടോ. അതെ, AC-യിൽ ഞാനൊരു വീഡിയോ കണ്ടതാണ് കേട്ടോ, യൂട്യൂബിലാണ്. അപ്പം നമ്മൾ AC-യിൽ ഇരിക്കുകയാണെങ്കിൽ AC-ൻ്റെ തണുപ്പൊക്കെ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള തണുപ്പുകളൊക്കെ വലിച്ചെടുക്കുന്നതാണ് പറയുന്നത്. സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ ശരീരത്തിൽ നിന്ന് ചുമരുന്ന് തലയാണെന്ന് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾക്ക് എന്തൊക്കെ എവിടെ നിന്നൊക്കെ ഈ ഈർപ്പമായിട്ടുള്ള കിട്ടുന്നോ അതൊക്കെ വലിച്ചെടുക്കുന്ന പറയുന്നത്. ശരിയാണെന്നൊന്നും അറിയില്ല, അതുകൊണ്ട് പേടിയാവുന്നു. പിന്നെ നമ്മുടെ തോലുകളൊക്കെ ചുരുങ്ങി പോകുമെന്ന് പറയുന്നു. പിന്നെ എന്താണ്, പിന്നെ AC ഇല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ കാലം വലിയായിരുന്നു വന്നു വിസിലായി വന്നു. ഇപ്പോൾ അങ്ങനെ പറഞ്ഞു സമാധാനിക്കാം. അത് വേണ്ട. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ. ഞാൻ പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പൂ വാങ്ങിച്ചു.
അതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജില്ല, അപ്പോൾ ആ റൂമിൽ കൊണ്ടുവച്ചാൽ കുറച്ച് തണുപ്പായിട്ടുണ്ടാവും. നാളത്തെ കാര്യമാണ്, ഉണങ്ങി പോവോന്ന് അറിയില്ല. നാളെ ഉച്ച വരെ അത് താങ്ങിയാൽ മതിയായിരുന്നു ആ പൂ. നാളെ സാരിയൊക്കെ കൊടുത്ത് ഒരു റീൽസൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പൂ വെച്ചിട്ടേ കുറേ ദിവസമായി പൂ വെച്ചിട്ട്. ഒരു മുളം പൂവിന് ഇപ്പോൾ ഇവിടെ 60 രൂപ. അവിടെ എത്രയാണ് ഫ്രണ്ട്സേ? താങ്കളുടെ നിഷ്കളങ്കമായ വർത്തമാനം ഏറെ ഇഷ്ടപ്പെടുന്നു. താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു. പിന്നെ കുറേ കറണ്ട് ബില്ലും വലിച്ചെടുക്കും. അത് ഒന്നാമത്തത് അതാണ് ജരനേട്ടാ. എന്താണ് കറണ്ട് ബില്ല് 3000 രൂപയാകും ഒരു മാസം. നമ്മൾ രാത്രി രാത്രി AC ഇടുകയാണെങ്കിൽ, രാവിലെ വരെയ്ക്ക് ഇടുകയാണെങ്കിൽ ഒരു മാസം ആകുമ്പോഴേക്കും 3000 രൂപ. അപ്പോൾ ദിവസം 100 രൂപ. AC കിടക്കണമെങ്കിൽ ദിവസം നമ്മൾ 100 രൂപ മാറ്റി വെക്കണം. എന്നാൽ AC ഉറങ്ങാം. അതാണ് ഞാൻ നോക്കിയതാണ്, ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വന്നതാണ്. വിഷുവിന് പൂ വെക്കണം. ആ വെക്കേട്ടാ, വിഷുവിന് പൂ വയ്ക്കാം. വിഷുവൊക്കെ കണിയൊക്കെ കൊള്ളാം കേട്ടാ. ഇവിടെ വിഷുവിന് ചിത്രക്കണി എന്നൊക്കെ 1-ാം തീയതി ചിത്രക്കണി. ജെറിനുണ്ടോ അവിടെ? എവിടെ? ഇവിടെ ഉണ്ട്. കാണുന്നില്ലല്ലേ? ഇവിടെ ഉണ്ട്, ലൈവിലുണ്ടായിട്ടാ. ജെറിനേട്ടനുണ്ട് ഇവിടെ. ജെറിനേട്ടനാണ് പിന്നെ കുറെ കറണ്ട് ബില്ലും വലിച്ചെടുക്കും എന്ന് പറയുന്നത്. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. രമേശ് ഏട്ടൻ പോവാണ്, ഗുഡ് നൈറ്റ് പറഞ്ഞു. ഞാൻ പോയി മട്ടൻ ബിരിയാണി കഴിച്ചിട്ട് വരാം. ഓ ശരി. റോജ സോങ്ങിന്റെ റീൽസ് എന്ന് ചെയ്യും? അയ്യോ അതെല്ലേ, ചെയ്തിട്ടില്ല. ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ജെറിനേട്ടാ. അബ്ദുൾ ഗുഡ് നൈറ്റ് അക്ക. പോവാണ് അബ്ദുലേട്ടാ. എന്തെന്നോ ഏട്ടാ, അവിടെ മെസ്സേജ് കാണുന്നില്ല ജെറിനേട്ടാ, ബിനീഷ് ഏട്ടന്. അപ്പോ അവിടെ ഉണ്ടോ, ഈ ലൈവിലുണ്ടോ ചോദിക്കുന്നുണ്ട്. അന്തൻ കണ്ണു കാണാത്താള് എന്ന് പറഞ്ഞില്ലേ മെസ്സേജില്? കാണുന്നില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്താ ചെയ്യാ? ജയേട്ടൻ കാണാനില്ല, പോയോ ജയേട്ടാ? അതാണ് ഏട്ടന് ലൈക്കൊന്നും കിട്ടാത്തത്. കുറെ മെസ്സേജ് പോയി. എനിക്കെന്നും ഒരു റവി മട്ടൻ ബിരിയാണി കൊണ്ടുവന്ന് തരും. സൂപ്പർ ഏട്ടാ, അടിപൊളി. സുരേഷ് ഏട്ടാ എന്താ പറയണത്? ഗുഡ് നൈറ്റ് അനിത. ഗുഡ് നൈറ്റ് ഏട്ടാ, സുരേഷ് ഏട്ടാ. കൂട്ടുകാര് ഞാനും പോവാണ്, ഭയങ്കര ചൂടെടുക്കുന്നു. നിങ്ങളൊക്കെ മിണ്ടാതെ ഇരിക്കോ? ഇനിയിപ്പോ കിടക്കാണോ ഭക്ഷണം കഴിക്കുകയാണോ ഒന്നും അറിയില്ല. ചേച്ചി ഇവിടെ നിന്ന് വീശാണ്. ജെറിന് ആ പാട്ട് പറഞ്ഞിട്ട് 1 വർഷമായി. അതെ, ജെറിനേട്ടൻ പറഞ്ഞ 1 വർഷമായി. ഞാൻ ഇതുവരെ കഴിച്ചില്ല. അതെന്താ അത് കഴിക്കാത്തത്? നമ്മളെ ഒന്നും മെയിൻറ്റ് ചെയ്യൂ. മെസ്സേജ് ഒരുപാട് പോയി. ദിലീപ് കുമാർ ഏട്ടാ, സത്യമായിട്ട് പറയല, മെസ്സേജ് ഇവിടെ വരുന്നില്ല. മെയിൻറ്റ് ചെയ്യാത്തതൊന്നുമില്ല ഏട്ടാ. ഏട്ടന് ആദ്യം തന്നെ ഞാനൊരു നമസ്കാരം. ഇല്ല ഏട്ടാ, എവിടേക്കോ എവിടെയോ പോയി എന്ന് പറഞ്ഞു. ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞു. പോയിട്ട് വന്നോ? സുഖമാണ് ഏട്ടാ. ജയേട്ടാ ഹാർട്ട് ഇട്ടു. ഹാർട്ട് മാത്രമേ ഉള്ളൂ, ഒന്നും പറയുന്നില്ല. ലുക്കിംഗ് പോയി. സാജനേട്ടാ ഒളിച്ചിരുന്നു, ലൈവ് കാണുന്നുണ്ട്. അതെ അല്ലേ? അങ്ങനെയൊന്നും ചെയ്യില്ല. സാജനേട്ടാ എവിടെ പോവാനാ? നമ്മുടെ ഏട്ടനല്ലേ സാജനേട്ടാ. അങ്ങനെയൊന്നും പോവാൻ കഴിയില്ല. അതെ, ഞാൻ ഫുഡ് കഴിക്കുമായിരുന്നുടാ അനിക്കുട്ടി. അതല്ലേ, എന്തോ ഒന്ന് വായിക്കൊള്ളാത്ത പേരാണ് ഭക്ഷണത്തിന്റെ പേര്. ശരി, കഴിക്കേട്ടാ, കഴിക്കും. ആഹാ സൂപ്പർ. ഫോണ് തിരിഞ്ഞു. ലൈവിൽ വെള്ളം കുടിക്കാൻ പറ്റുമോ? കുടിക്കട്ടെ, ഭയങ്കര ചൂട്. എൻ്റെ മക്കള് വെള്ളം കുടിക്കാതെ അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു തിരിച്ച്. എന്തോ ഒരു കഷ്ടമാണ് പറയുന്നത്. വിളിക്കുന്നത് ഞാൻ മട്ടൻ ബിരിയാണിയാണ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ മട്ടൻ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ശരി ശരി ശരി. ജയേട്ടാ കോയമ്പത്തൂരിലേക്ക് വരുമ്പോൾ ജയനേട്ടനെയും കൂട്ടിക്കോളേ, എന്നിട്ട് എല്ലാവർക്കും കൂടെ മട്ടൻ ബിരിയാണി കഴിക്കാം. എന്ത് പറയുന്നത്? ഇല്ല ഏട്ടാ,
ലൈവിൽ വെള്ളം കുടിച്ചാൽ ലൈവ് വെള്ളത്തിലാകും. സെൽവകുമാർ ഗുഡ് നൈറ്റ്. ഏട്ടാ മട്ടൻ ബിരിയാണി ചൂടാറുണ്ട്, പോയി കഴിച്ചിട്ട് വരും ഗഫൂർ ഏട്ടാ, പോയിട്ട് വരും. സെൽവകുമാർ ഗുഡ് നൈറ്റ്. ചേട്ടാ സുഖമല്ലേ, ഭക്ഷണമൊക്കെ കഴിച്ചേട്ടാ? വന്നു ഫാമിലി ആയി ഒരു തീർത്ഥയാത്ര. ആ സുഖമായിരുന്നു. ഓക്കെ ഏട്ടാ, സൂപ്പർ ഏട്ടാ. ഞാൻ വരണ്ടായോ? ആ ശരി. അല്ല ഞാൻ പറഞ്ഞത് ബിരിയാണി, മട്ടൻ ബിരിയാണി കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എന്ത് പാലക്കാട് മട്ടൻ ബിരിയാണി കിട്ടില്ലേ ചോദിക്കും. അവിടെ കിട്ടില്ല, പത്തനംതിട്ടയിൽ ഇല്ലേ ഏട്ടാ മട്ടൻ ബിരിയാണി? അവിടെ ഉണ്ടെങ്കിൽ അവിടെ കഴിച്ചോളേന്നല്ല, എന്നാലും ഒന്നിച്ച് കഴിക്കാലോ എന്ന് പറഞ്ഞിട്ടാ. നല്ല ചൂട് കേട്ടോ, വയ്യ, ഇനി എനിക്ക് വയ്യ. ജയേട്ട എന്നാണ് കോയമ്പത്തൂർ പോകുന്നത്? ഉടനെ തന്നെ വരും എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അല്ലേ ജയേട്ട? ഫാമിലിയോടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക്. മാണ്ടാന്നോ? അതെ ഏട്ടാ, ബിനീഷ് ഏട്ടാ, ജനേട്ടൻ പറയുന്നു മാണ്ട. സെന്തിൽകുമാർ അനി ടുമാറോ മട്ടൻ ബിരിയാണി സമയൽ പണ്ണുങ്ങമ്മ. ടുമാറോ ബുധൻകിഴമ മട്ടൻ ബിരിയാണോ? അനു എനിക്കില്ലേ മട്ടൻ. പിന്നെന്താണ് ചേട്ടാ, വരും ഏട്ടാ, എല്ലാരും കൂടെ വരും. നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിലെ ഏട്ടന്മാര് ഇവിടെ ഹോട്ടലുണ്ട്. ഇവിടെ എന്താണിത് ഹോട്ടലിന്റെ പേര് മറന്നുപോയാ, എന്താണ് കേട്ടോ? അയ്യോ, പത്തനംതിട്ടയില് ഞാന് തിരക്കാൻ ഇനി ഹോട്ടലുകളില്ല. അതാ അവിടെ കിട്ടില്ല. അയ്യോ, ഇവിടെ കിട്ടും കേട്ടാ, ഇവിടെ 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 കിട്ടാറിയോ? ഇവിടെ കിട്ടും. അയ്യോ, ഹോട്ടലിന്റെ പേര് മറന്നുപോയല്ലേ ഭഗവാനേ. ഇവിടെ ടെന്നീസിന്റെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട് കേട്ടാ. അവിടുത്തെ അവരുമായിട്ട് നല്ല എനിക്ക് നന്നായി അറിയാം, നമ്മുടെ ആൾക്കാർ. അപ്പോൾ നമ്മൾ പോയിട്ട് ഞാൻ പോയിട്ട് സംസാരിക്കും, നന്നായി വർത്താനം പറയും. എങ്കിലും ഞാൻ വരാം, എനിക്ക് ഒരെണ്ണം വേണം. ഓക്കെ, മട്ടൻ ബിരിയാണി ഹോട്ടൽ തുടങ്ങിയോ? മനക്കോട്ടയാവും. തല തിരിഞ്ഞവർ എന്നൊക്കെ ചിലര് പറയാനുണ്ടല്ലോ. അത് അവരും കയ്യിലിരിപ്പ് കൊണ്ട് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ പാവം മുങ്ങുകളെ തലതിരിഞ്ഞവർ എന്ന് വിളിക്കാറ്. എന്താ പറയുന്നു കേട്ടാ? ഇത് കുറേ ഉണ്ട് എഴുതാനല്ലേ, വായിക്കാൻ. എന്തായാലും ഇരക്ക് കുഞ്ഞ്. ഓക്കെ, കഴുത്തിൽ 14 ഗ്രൈവ കേസുകളാ ഉള്ളത്. ഇത് ഇവയ്ക്ക് കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ. ഏട്ടാ എന്താണ് കേട്ടോ അത്? എനിക്ക് വയ്യ, ഞാനിത് എങ്ങനെ വായിക്കും ദൈവമേ. എന്ന് തീരുമോ? തീരും എന്ന് കേട്ടോ. റിപ്ലൈ അമർത്തിയാലേ പോകാതിരിക്കില്ല, അല്ലെങ്കിൽ പോയിക്കൊണ്ടേയിരിക്കും. അതാ റിപ്ലൈ എന്താ വരാത്ത? വന്നു. അങ്ങനെ പാവം മൂങ്ങുകളെ തലതിരിഞ്ഞവർ എന്ന് വിളിക്കാറുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തല തിരിക്കുന്നവൻ കഴിയുന്നത് എന്ന് നോക്കാം. മൂങ്ങകൾക്ക് കഴുത്തിൽ 14 ഗ്രൈവ. ഇപ്പത്തല്ലേ ശരിക്കും വായിച്ചല്ലോ അല്ലേ? ഗ്രൈവ കേസുകൾ ഉള്ളത്. ഇത് ഇവയ്ക്ക് കുറഞ്ഞത് 270 ഡിഗ്രി വരെ തിരിക്കുവാൻ സഹായിക്കുന്നു. ഇരപിടി പക്ഷിയായ മൂങ്ങയ്ക്ക് മുന്നില് ഇരയെ വളരെ വ്യക്തമായി കാണാൻ പറ്റും വിധം പരന്ന മുഖവും
മുഖവും വലിയ ഉണ്ടക്കണ്ണുകളും ഉണ്ട്. അത് സൂക്ഷ്മമായി ശബ്ദം പോലും കേൾക്കാൻ കരയുന്ന നീളൻ ചെവികളാണുള്ളത്. അതല്ലേ ഇന്ത്യയിലെ ഇരുപത്തെട്ടിനും മൂങ്ങകളും കാണപ്പെടുന്നു. 28,000 എന്നാണോ 28,000 എന്നാണോ മൂങ്ങകൾ കാണപ്പെടുന്നു. അതിലെ 15ഓളം 28 മൂങ്ങകൾ കാണപ്പെടുന്നു. അതിൽ 15ഓളം കേരളത്തിലുണ്ട്. പുള്ളിമൂങ്ങ, ചെമ്പൻ മൂങ്ങ, മീൻ മൂങ്ങ, ചെവിയൻ മൂങ്ങ, പിന്നെന്താണ് സൈരന്തി മൂങ്ങ. അതെന്താണ് കേട്ടോ സൈരന്തി? അതിലും തെറ്റുണ്ട്, എന്നാലും കുഴപ്പമില്ല. പുള്ളിമൂങ്ങ, കാലൻ മൂങ്ങ, വെള്ളിമൂങ്ങ എന്നിവയാണ് അതിലെ പ്രധാനം. പിന്നെന്താണ് ലോകമെമ്പാടും 140 ഇനം മൂങ്ങകളുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആന്റാർട്ടിക്ക ഒഴികെ അവിടെയും മൂങ്ങയുണ്ട്. മൂങ്ങകൾ നൈറ്റ് വാച്ച്മാൻ എന്നും അറിയപ്പെടുന്നു. മൂങ്ങ ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ മുകളിലെ സംഭവമല്ലേ അത് മൂങ്ങ എന്ന് പറയുന്നത് അല്ലേ? അത് മൂങ്ങ എന്തൊക്കെയോ സംഭവിക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നൊക്കെയാണ് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടത്. ശരി, എങ്ങനെയൊക്കെ വായിച്ചു തീർന്നോളൂ. കളിയാക്കി തുടങ്ങിയിട്ടുണ്ടാകും. വെള്ളിമൂങ്ങയെ ഞാൻ കണ്ടിട്ടുണ്ട് ഭാഗ്യം. വെള്ളിമൂങ്ങ ഒരു സിനിമയിലല്ലേ? ആരും കളിയാക്കില്ല ഭാഗ്യം. എങ്ങനെയോ ജയേട്ട ഇത് ഇപ്പോൾ ലൈവ് ചെയ്യാൻ തുടങ്ങി. 7 മണിക്ക് തുടങ്ങിയോ? ഞാൻ വായിക്കും, വായന ചിലപ്പോൾ കാലത്താകും വിചാരിച്ചു ഞാൻ. എന്തായാലും മൂങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി കുറച്ച്. കണ്ടോ, ഓരോ ദിവസം ഓരോന്നും നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ജയേട്ട നല്ല ഒരു എന്താ പറയാ ഇത് കൊണ്ടുവരുന്നുണ്ട്. ശ്രദ്ധിച്ച് വായിക്കണം. അപ്പോൾ ശരിയെന്നാ ഞാൻ പോകുന്നു. ഗുഡ് നൈറ്റ് കേട്ടോ ഫ്രണ്ട്സ്. സമയം ഒരുപാടായി. മൂങ്ങയെ കണ്ട എനിക്ക് പേടിയാണ് കേട്ടോ. ആന്റാർട്ടിക്ക എന്തോന്നും ആയിക്കോട്ടെ പിടി കേട്ടാ. അത് കഴിഞ്ഞിട്ട് പഠിച്ചിട്ട് നമ്മൾ ജമ്മു എന്തോ മൂങ്ങയല്ലേ സംഭവം. Your smile is amazing. വയ്യ. അല്ലാത്ത ചൂട്. വെള്ളിമൂങ്ങയ്ക്ക് ലക്ഷങ്ങൾ വില കിട്ടും തന്നെ. കറണ്ട് ബില്ല് ലാഭിക്കാനാണോ ഫാൻ ഇടാത്തത്? അതിനോടാണ് കൊച്ചിന്റെ പുസ്തകം എടുത്ത് വീശുന്നത്. എന്തിനാട്ടാ ഹോബിനേട്ടാ? ഫാനുള്ളത് കറങ്ങുന്നുണ്ട്, അത് കാറ്റിങ്ങോട്ട് കിട്ടുന്നില്ല. ചേട്ടൻ നല്ല അറിവുണ്ട്, ലോകപരിചയമുണ്ട്. അതെ ഏട്ടാ, സമ്മതിച്ച് തന്നിരിക്കുന്നു ഞാൻ ജയേട്ടന്. ഇത്രയും വലിയൊരു നല്ല എനിക്ക് 2 പക്ഷികളെ കുറിച്ച് ഇപ്പൊ പറഞ്ഞു തന്നു. എനിക്ക് മൂങ്ങ, രണ്ടാമത്തത് വേഴാമ്പലിനെ കുറിച്ച് ഞാൻ കേട്ട് എനിക്ക് കരച്ചിൽ വന്നു. സത്യം പറഞ്ഞ അത്രയ്ക്ക് ഫീലിങ്സ് ആയിരുന്നു അതിലുള്ള. ഫീൽ ചെയ്തിട്ടായിരുന്നു ഞാൻ ഓരോ പഠിച്ചത്. വേറെ ലെവല്. ഈ വർഷം ചാവാൻ പറ്റും. ഈ വർഷമില്ല, ഇനിയുള്ള വർഷങ്ങൾ ചാവില്ല. ഞാൻ ഇതിങ്ങനെ തന്നെ വായിക്കുള്ളൂ. എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ അങ്ങനെ വായിക്കുള്ളൂ. തിക്കി മുക്കിയിട്ടേ വായിക്കുള്ളൂ. നമ്മളെ വായിച്ചിട്ട് അങ്ങനെ ഒരു കഥയുണ്ട്. കഥ ഇപ്പൊ അത് നീണ്ട കഥയാണ്, അതുകൊണ്ട് ഇപ്പൊ പറയുന്നില്ല. നാളെ പറയാം കഥ. അപ്പൊ ശരിയെന്നാ. അതൊക്കെ എപ്പോൾ ഞാൻ കേട്ടില്ല. അതെ, ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേഴാമ്പലിനെ കുറിച്ചിട്ടേ. പിന്നെ ആൽമരം. ഇപ്പൊ ആൽമരത്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാ ജയേട്ടാ? ആൽമരം, നമ്മുടെ ആൽമരം. കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ജയേട്ടൻ. അതെ, ചേച്ചി പഠിക്കില്ല,
ചേച്ചി ഇങ്ങനെ വായിക്കുള്ളൂ. എത്രയും എത്രയും അറിവുള്ള ഒരു മനുഷ്യനെ കിട്ടിയത് ഭാഗ്യം. ശരിക്കും എന്റെ മക്കള് പഠിക്കട്ടെ കേട്ടാ. ഞാൻ പഠിച്ചിട്ടുണ്ട്, മക്കള് പഠിക്കും, കാര്യമില്ല. ഇനിയിപ്പോ എന്താണ്, നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ക്ലൈമാക്സിലേക്കാണ് വരുന്നത്. ഇനിയിപ്പോ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ് അല്ലേ? ഇനി നമ്മുടെ ചെട്ടിക്കുളങ്ങര കുറച്ചു മതി. ചെട്ടിക്കുളങ്ങര അദ്ദേഹം പണ്ഡിതനാണെന്ന് തോന്നുന്നു. അതന്നെ. നമ്മുടെ ആൽമരം എന്തായി ഏട്ടാ? ജയേട്ടാ വല്ലതൊക്കെ എന്താണ് അവിടെ നാട്ടിൽ പോയാലല്ലേ കാണുള്ളൂ അല്ലേ ആൽമരം? ജയേട്ടൻ്റെ ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? എല്ലാ കാര്യങ്ങളും ആൽമരത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ എടുക്ക ജയേട്ടന്റെ ഒരു എന്താ പറയാ ജയേട്ടന്റെ അന്ന് കുറെ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നല്ലേ ഓരോ കാര്യങ്ങൾ. നല്ല രസമുണ്ടായിരുന്നു വായിക്കാൻ. ഇന്ന് എനിക്ക് ഒരു അറിവ് പകർന്നു തന്നു. ആര്? ഇത്രയാണുള്ളൂ. ആൽമരം കഥ കേട്ട് ഉറങ്ങിപ്പോയി. എപ്പോ? ആൽമരം പറഞ്ഞ് 2 മാസം ഉണ്ടാവും. ആൽമരം മറിഞ്ഞു വീണു. അതാ, എവിടെ മറിഞ്ഞു വീണ്? അത് വീഴില്ലല്ലോ. ആൽമരം അമ്പലത്തിന്റെ അവിടെ ചോട്ടിൽ തന്നെ ഉണ്ട്. ആൽമരത്തിന് ആയുസ് കൂടുതൽ. 1000 വർഷക്കാലം ആൽമരം നിൽക്കും. 100 വർഷം, 1000 വർഷം നിൽക്കുമെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 100 വർഷം നിൽക്കും. ദീപൻ ഗുഡ് നൈറ്റ്. ആ സിനിമയുടെ പേര് എന്താണ്? ഏത് സിനിമയുടെ പേര്? അല്ല, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ഡിതനും വള്ളക്കാരനും കഥ അറിയുമോ? ഗഫൂർബായി വള്ളക്കാരനും. അതെ, ചേട്ടന്റെ കഥ കേട്ടു കഴിഞ്ഞാൽ സിനിമ സ്റ്റോറി എടുക്കുക, സൂപ്പറായിട്ട് ഓടും. അതിന് പ്രൊഡ്യൂസ് ചെയ്യണം, ഡയറക്ടർ വേണം. പിന്നെ ഡയറക്ടർ അതെ ചേട്ടൻ കഥ എഴുതും, പിന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, പിന്നെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ക്യാമറ വേണം, നമുക്കൊരു ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാം. അതെ, പ്രണയം കല്യാണം കഴിയാത്ത മുന്നുള്ള കാര്യമാണ് കേട്ടോ ജയേട്ടൻ്റെ എടുക്കേണ്ടത്. കല്യാണം കഴിഞ്ഞിട്ടുള്ളതല്ല, കഴിയാത്ത മുന്നുള്ള ഒരു കഥ. ശരി എന്നാ പോട്ടെ, ഞാന് ഡയറക്ടർ ചെയ്യാം. അതെ അല്ലേ? ഇല്ല, ജയേട്ടനല്ലേ കഥ എഴുതുന്നത്. പിന്നെ അതിന്റെ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോണത് ജെറിനേട്ടൻ ചെയ്തോളെ. ലൊക്കേഷൻ ഒക്കെ കറക്റ്റായിട്ട് വെച്ച് അടിപൊളിയായിട്ട് നോക്കണം. ശരി, അപ്പൊ ഞാൻ പോകണം. എനിക്ക് നന്നായി ഉറക്കം വരുന്നു. വരെ നാളെ ഉച്ചയ്ക്ക് വരാട്ടോ ഫ്രണ്ട്സ്. ടാറ്റ. ഗുഡ് നൈറ്റ്. ചൂടെടുത്തിട്ട് വയ്യ. ഇതിപ്പം മേലെ ഉറങ്ങുന്നുണ്ട്, പക്ഷെ ഫാന്. ഞാനൊരു സിനിമ ഇറക്കുന്നുണ്ട്. ആണോ? ഏതാണ് സിനിമ? സിനിമന്റെ പേരെന്താണ് ഏട്ടാ? ബിനീഷ് ഏട്ടാ സിനിമ ഇറക്കാൻ പോകുന്നേ. എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ്റെ വെച്ചതാണ് ആൽമരം. അതന്നെ. ജയേട്ടൻ നന്നായി പാടും. ഞാൻ ഒരിക്കൽ കേട്ടതാ. പിന്നെ 3 ദിവസം പനിയായിരുന്നു. ആർക്ക്? ഏട്ടൻ നന്നായി പാടും. പാട്ട് പാടാൻ അറിയും, കഥ എഴുതാൻ അറിയും, പിന്നെ കവിത എഴുതാൻ അറിയും, പിന്നെ ഇതൊക്കെ ഉണ്ട്. നല്ല ഒരു സാഹിത്യം, നല്ല എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണം, ഞാൻ മലയാളം പഠിക്കാന്നൊക്കെ വിചാരിച്ചതാണ്. എന്തായാലും ഇനിയിപ്പം അത് വേണ്ടാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കേട്ടത് ഡാനിക്കുട്ടി പറഞ്ഞു കേട്ടതാ. ഡാനിക്കുട്ടി, അതെ. അപ്പൊ ശരിയെന്നാ ഞാൻ പോകുന്നു കേട്ടോളെ. വയ്യ. ഈ ചൂടത്തൊക്കെ നിങ്ങളൊക്കെ എങ്ങനെയാണാവോ ഉറങ്ങുമെന്ന് എനിക്കറിയില്ല കേട്ടോളെ. എന്ന് വെച്ചാൽ ടവർ ഫാൻ വെച്ചിട്ടുണ്ടാവില്ലേ? AC ഇല്ലാത്ത ഒരു ടവർ ഫാൻ വെച്ചിട്ടുണ്ടോ? താഴെ എന്തെങ്കിലുമൊക്കെ
ടവർ ഫാനിലാണെങ്കിൽ നല്ല കറണ്ട് ബില്ല് ആവുന്നുണ്ട്. ഞാൻ നാളെ ഉച്ചയ്ക്ക് വരികയില്ല. എന്ത് പറ്റി റോബിനേട്ടാ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖമാണോ? എന്താണ് ഭക്ഷണം കഴിച്ചത്? പത്തനംതിട്ട ഏട്ടാ റോബിനേട്ടാ. പ്രണയം മനുഷ്യന് ജന്മത്തിൽ നിന്നും അകലെയാണ്. ജന്മത്തിൽ നിന്നും അകലെയാണെന്നോ സുരേഷ് ഏട്ടാ? ആണല്ലേ. പ്രണയം മനുഷ്യ ജന്മത്തിൽ നിന്നും അകലെയാണ്. ഇല്ല ഏട്ടാ, അടുത്താണ് ഏട്ടാ. അതെന്താട്ടാ അങ്ങനെ പറയുന്നത്? പ്രണയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും പ്രണയം വേണം, അപ്പോഴേ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഏട്ടാ. ശരി, ചുമ്മാ തമാശ. ഒരിക്കലുമില്ല ബ്രോ, ഒരിക്കലുമില്ല. അതെ, പ്രണയം മനസ്സിൽ വേണം, അപ്പോഴേ നമുക്ക് ജീവിക്കാനുള്ളതുണ്ടാകും. അതല്ലേ ശരിയല്ലേ ഏട്ടാ? എനിക്കറിയില്ല ജയേട്ടാ. ഗുഡ് നൈറ്റ്. സർവകാല വല്ലഭൻ ആണ്. സർവകാല വല്ലഭൻ. ഓക്കെ. ഗഫൂർ കാക്ക് എന്തായാലും AC ഉണ്ടാകും. AC ഇല്ലാതെ ഗൾഫുകാർക്ക് എന്തായാലും AC ഉണ്ടാകും. AC ഇല്ലാതെ ഗൾഫ് രാജ്യത്ത് പറ്റില്ല. സൂപ്പർ. ഓക്കെ ടാറ്റാ. എൻ്റെ മനസ്സിൽ ഫുൾ പ്രണയമാണ്. റോസ് വിളിക്കാറുണ്ട് ഏട്ടാ. ജെറിനേട്ടൻ്റെ എന്താണ് ലവ് സ്റ്റോറി എടുത്തിട്ടാലോ? റോസ് വിളിക്കാനുണ്ടാ? മനസ്സ് മൊത്തം പ്രണയമാണത്ര. പ്രണയം പന്തലിച്ച് നിൽക്കാണ് ജെറിനേട്ടാ, അല്ല ജയേട്ടാ. ഉള്ള മനുഷ്യൻ ജീവിക്കുന്നതിനുള്ള പ്രതീക്ഷകൾ തന്നെ. പ്രണയമുള്ള മനുഷ്യന് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. അതെ 100% ഏട്ടാ. പ്രണയിക്കാൻ ഒരു ആളുണ്ടാവുക, അല്ലെങ്കിൽ സ്നേഹിക്കാൻ, സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഉണ്ടാകുമ്പോ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ തേടൽ എന്നൊക്കെ അത് പറയുന്നു, ചിച്ചുമ്മയും പറയുന്നു. ഞാൻ തേടലുണ്ടാകുമ്പോഴേ ജീവിതത്തിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. തേടൽ എല്ലാം അറിഞ്ഞു എല്ലാം ഓക്കെ, അതൊക്കെ തന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ ബോറടിക്കും. ഇനിയുണ്ട് കാര്യങ്ങൾ അറിയാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജീവിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? എൻ്റെ FP എന്ത് ചെയ്യും? ആർക്കും മെസ്സേജ് ഒന്നും കാണുന്നില്ല. എനിക്കുമുണ്ട്, പക്ഷെ പിന്നെയാണ് ഓർത്തത് ആരുമില്ല എന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? എന്നും വിളിക്കാറുണ്ട്. സൂപ്പർ ഏട്ടാ. എന്നും വിളിച്ച് സന്തോഷമായിട്ട് ഇരിക്കേട്ടാ. കല്യാണത്തിനൊക്കെ വിളിക്കണം കേട്ടോ ഏട്ടാ. ശരി, അപ്പോൾ ഇനി ഉറങ്ങാതിരിക്കാൻ പറ്റില്ല. എന്തിനാണോ ആർക്കും എപ്പോഴും വേണമെങ്കിലും പ്രണയിക്കാം. അനി, പ്രണയം മനുഷ്യൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ദേവന്മാർക്ക് മാത്രമേ നിലനിർത്താൻ കഴിയുള്ളൂ. അതെല്ലേ? അത് പറഞ്ഞത് ശരിയാ. അത് ആസ്വദിക്കാൻ നല്ലൊരു ഇതാണ്, ഫീലാണ്, നല്ല ഇതൊക്കെ ഉണ്ടാവും, സുഖമൊക്കെ തന്നെയാണ്. പക്ഷേ അതാണ് പറഞ്ഞ പോലെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല, ദേവന്മാർക്കേ പറ്റുള്ളൂ. ഇല്ല സുരേഷ് ഏട്ടാ എവിടെ നിന്നാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് സ്ഥലം? ശരി എന്നാ ഞാൻ മെല്ലെ ഇറങ്ങട്ടെ. എന്ത് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. ഇനി നിൽക്കാൻ വയ്യ, പോകുന്നു കേട്ടോ. ഗുഡ് നൈറ്റ്. ഉച്ചയ്ക്ക് വരാവേ അക്ക. ഗുഡ് നൈറ്റ്. പോവും കക്ക. ലൈവ് തുടങ്ങും മുതൽ തീരും വരെ ഉള്ള വിളിക്കാത്തത്. ലൈവ് തുടങ്ങും മുതൽ തീരും വരെ ഉള്ളു വിളിക്കാത്തത്. ഗുഡ് നൈറ്റ് അനി സിസ്റ്റർ. പുതുക്കോട്ടെ ഫോളോവർ குபேரன். ஓகே குட் நைட் டாட்டா. குபேரன் எப்படி இருக்கிறீங்க? சாப்பிட்டீங்களா? நல்லா இருக்கிறீங்களா? ഇനിയും വിളിക്കുമ്പോൾ അനിത കുട്ടിയെ ആഡ് ചെയ്യാം.
ആ എന്നെ ആഡ് ചെയ്യ്. എന്തത് ഇത് നിങ്ങൾ പറയണമെങ്കിൽ ഒരാഴ്ച ആയിട്ടോളേ ജയേട്ടാ. അപ്പോൾ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഞാൻ പോവാണ്. തെറ്റാണ് ബ്രോ, അത് തെറ്റാണെന്നോ? വളരെ നന്നായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. നന്ദി, നമസ്കാരം. അജിത് കുമാർ കേട്ടോ. ഒന്നും അറിയില്ല കേട്ടോ, ഒന്നും അറിയില്ല. എന്തൊക്കെയോ നമ്മുടെ മനസ്സിലുള്ളത് കാര്യം തുറന്നു പറയല്ല, അറിഞ്ഞ കാര്യങ്ങൾ. പോകുകയാണോ കേട്ടാ? മതിയായി, ചൂടെടുത്ത് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് തലയിൽ കൂടെ ഒഴിച്ചിട്ട് മിണ്ടാതെ അങ്ങനെ ഇരിക്കണം. ബാത്റൂമിൽ പോയിട്ട് മിണ്ടാതെ വെള്ളത്തിൽ ഇങ്ങനെ ഷവർ ഉണ്ടാകാണെങ്കിൽ തുറന്നു വിട്ടിട്ടിരിക്കും. ഷവറും ഇല്ല, കപ്പോണ്ട് ഒഴിക്കണം. അപ്പൊ പിന്നെ നാളെ രാവിലെ എണിക്കുമ്പോഴേക്കും പറഞ്ഞ് പനി പിടിച്ച് കിടക്കേണ്ടി വരും. ഞാൻ ഈ ചൂട് പറഞ്ഞിട്ട് 2 നേരം കുളിച്ചത് കാരണമാണ് പനി പിടിച്ചത്. പോകാണ്. വെരി ഗുഡ് നൈറ്റ് ജി. ഓക്കെ ശരി, അപ്പൊ ടാറ്റ. മതിയായിട്ടോ, ടാറ്റ. തൊണ്ടയൊക്കെ വേദനിക്കുന്നു. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ചാച്ചി ഉറങ്ങാൻ പോകുന്നു. ഗുഡ് നൈറ്റ്. ഏറ്റവും നന്നായി പ്രണയിക്കാൻ മനുഷ്യനും കഴിയും. ഏറ്റവും നന്നായി പ്രണയിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അതെ, വലിയ ചെമ്പട്ടിയില്ല, അതിൽ വെള്ളം നിറച്ച് ചെമ്പട്ടിയിന് എൻ്റെ പൊന്നിന് ഒത്തിരി സ്നേഹം നിറഞ്ഞ ശുഭരാത്രി. താങ്ക് യു അശോകൻ ഏട്ടാ, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. ഇറങ്ങി വെള്ളത്തിൽ നിറച്ച് ഇറങ്ങി ഇരുന്നാൽ മതി. അതില്ല, സംഭവം ഇല്ല കേട്ടാ. ഡ്രമ്മ് ഒന്നുമില്ല. ബക്കറ്റിലൊന്നും നമ്മൾ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ബക്കറ്റ് പൊട്ടിപ്പോകും. ടാറ്റ, ഗുഡ് നൈറ്റ് കേട്ടോ. ഫിനിഷ്. പോകുന്നു.